ഏവർക്കും നമസ്കാരം. കരളു പങ്കിടാൻ വയ്യന്റെ പ്രണയമേ, പകുതിയും കൊണ്ടുപോയി ലഹരിയുടെ പക്ഷികൾ. കവി അയ്യപ്പന്റെ പ്രശസ്തമായ വരികളാണിവ. പ്രണയിനിക്ക് കൊടുക്കേണ്ട കരൾ പകുത്ത് ലഹരിക്ക് കൊടുക്കേണ്ടി വന്ന ഒരു കാമുകന്റെ ആത്മരോദനമാണ് നമ്മൾ ഇവിടെ കേട്ടത്. ഈ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മളിലെ പലരും കടന്നു പോകുന്നത്. ലഹരി ഒരു സ്റ്റൈലല്ല, അത് തനിക്കെതിരെ പ്രവർത്തിക്കുന്ന സൈലന്റ് സൈഡ് കിക്കാണ്. ലഹരി ഉപയോഗത്തിന്റെ ഫലങ്ങളും അതിജീവനവുമാണ് ഞങ്ങൾ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഒരു നാടക രൂപേണ അവതരിപ്പിക്കാൻ പോകുന്നത്. ഏവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നീ ഫ്രഷറല്ലേ? എന്നാ വലിക്ക്. അതെന്ത് നിനക്ക് വലിച്ചാല്? നിന്നെ കൊണ്ട് ഞാൻ വലിപ്പിച്ച് കാണിച്ചുതരാം. Con ese fuego ardiendo dentro de ese corazón. Él se mantiene fuerte oyendo un mito. Mientras la sangre corre por su vena, mientras se llena de furios enemigos. കണ്ണിലൂടെ വന്നു കേൾക്കുന്നു തേക്കും മുന്നിലൂടെ ആയിരങ്ങൾ കേൾക്കുന്നു തിരകളാടും കാലം ഞങ്ങളൊന്ന് ചേർന്നു കൈ വീട്ടിടും ആളുടെ കത്തികൈകൾ വീണ്ടും പോയി മൂർച്ചയിൽ കത്തിപ്പതിഞ്ഞേ മരണം പോയിട്ട് കാലം തുറന്നേ ശകലമില്ലേക്ക് ഭയം നീ വാ നീ വാ. ഇത് നിന്റെ അച്ഛനാണ്. എന്നിലെ ലഹരിക്ക് രക്തബന്ധങ്ങളുമില്ല, സ്നേഹബന്ധങ്ങളുമില്ല. എനിക്ക് ഒരേ ഒരു ദൈവം, ലഹരി.
എൻ്റെ മകളെ എനിക്ക് പഴയതുപോലെ തിരിച്ചു വേണം ഡോക്ടർ. മാസങ്ങൾക്ക് ശേഷം ഇതാ ഞാൻ എന്റെ വാക്ക് പാലിച്ചിരിക്കുന്നു. ഹിയർസ് യുവർ ഡോട്ടർ, ഓൾ ഹെൽത്തി ആൻഡ് ഹാപ്പി. വാ മോളെ, നമുക്ക് വീട്ടിലേക്ക് പോകാം. അച്ഛാ, എനിക്കൊരു ജോലി കൂടി ബാക്കിയുണ്ട്. ലഹരി എങ്ങനെ ഒരു സമൂഹത്തെ കാർന്നു തിന്നുന്നു എന്നതിൻ്റെ ഒരു സ്വതന്ത്ര ആവിഷ്കാരമാണ് ഞങ്ങളിവിടെ അവതരിപ്പിച്ചത്. പ്രതിവർഷം 27 കോടി ജനങ്ങൾ ലഹരി ഉപയോഗത്തിലേക്ക് വഴുതി വീഴുന്നു. ഇന്നത്തെ യുവതലമുറയോട് നിങ്ങൾ എന്തിനാണ് ജീവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും കൃത്യമായ ഒരു മറുപടി പറയാനില്ല എന്നതാണ് വാസ്തവം. താൽക്കാലികമായ ആനന്ദം എന്ന തീർത്തും നിരർത്ഥമായ ഒരു ലക്ഷ്യം മാത്രമാണ് അവർ ലഹരിയിലൂടെ കണ്ടെത്തുന്നത്. പോലീസ്, എക്സൈസ് തുടങ്ങിയ അധികാരികളുടെ ഭാഗത്തു നിന്നും ഫലപ്രദമായ നടപടികളുണ്ടെങ്കിൽ പോലും കുട്ടികളുടെ ഇടയിൽ ലഹരിക്കുള്ള ആവശ്യകത കുറയാത്തതുകൊണ്ട് ഒരു ശാശ്വത പരിഹാരം ഇതുവരെ കാണാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. മാതാപിതാക്കൾക്കും അധ്യാപകർക്കും ഇവിടെ വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. പഠനത്തോടൊപ്പം കുട്ടികളുടെ കലാകായിക അഭിരുചികളെ പ്രോത്സാഹിപ്പിക്കുവാനും ലഹരിക്ക് അടിമപ്പെടാതെ തങ്ങളുടെ ജീവിത ലക്ഷ്യത്തെ കണ്ടെത്തി സമൂഹത്തോടുള്ള പൗരധർമ്മം നിറവേറ്റുവാനുമുള്ള അവബോധം നൽകണമെന്നുള്ളതാണ് ഈ ആവിഷ്കാരം ലക്ഷ്യം വയ്ക്കുന്നത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പെടില്ലൊരു നാളും നാം. വരം കണക്കെ കിട്ടിയ ജീവിതമെറിഞ്ഞുടയ്ക്കുകയില്ല നാം. വരം കണക്കെ കിട്ടിയ ജീവിതമെറിഞ്ഞുടയ്ക്കുകയില്ല നാം. ശിരസ്സുയർത്തി 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 പറയുക ലഹരിക്കടിപ്പെടില്ലൊരു നാളും നാം. കുരുന്നിലെ പിടികൂടാൻ മാഫിയ പതുങ്ങി നിൽക്കുന്നെമ്പാടും. കുരുന്നിലെ പിടികൂടാൻ മാഫിയ പതുങ്ങി നിൽക്കുന്നെമ്പാടും. പതഞ്ഞ ഗ്ലാസുകൾ നീട്ടി ചതിയുടെ വിരുന്നൊരുങ്ങുകയാണെന്നും നുണഞ്ഞിടാൻ പുകയായി വലിക്കാൻ സിറിഞ്ചിലൂടെ അകത്താക്കാൻ. വിഷങ്ങൾ പലതുണ്ടരുതേ, വിഷങ്ങൾ പലതുണ്ടരുതേ, അവയുടെ അടുത്തു പോലും ചെല്ലരുതേ. ശിരസ്സുയർത്തി 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 പറയുക ലഹരിക്കടിപ്പെടില്ലൊരു നാളും നാം. പഠിച്ചുയർന്നും കളിച്ചും ഇവിടെ കരുത്തരായി വളർന്നെന്നും. പഠിച്ചുയർന്നും കളിച്ചും ഇവിടെ കരുത്തരായി
ബഹുമാന്യരെ, മാധ്യമരംഗത്ത് 40 ഇയേഴ്സ് യങ് ആയ നമ്മുടെ പ്രിയപ്പെട്ട SKN സാർ, അദ്ദേഹത്തിൻ്റെ കേരള യാത്രയുടെ ഭാഗമായിട്ട് നമ്മൾക്കരികിലേക്ക് വന്നിരിക്കുകയാണ്. വളരെ അഭിമാന നിമിഷമാണിത്. എല്ലാവരും ഒരു വലിയ കൈയടി. PNNM ആയുർവേദ മെഡിക്കൽ കോളേജിൻ്റെ സുസ്വാഗതം അദ്ദേഹത്തിന് ആദ്യമായി തന്നെ അറിയിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒപ്പം നല്ലൊരു ടീം, അദ്ദേഹത്തിൻ്റെ പത്നി, അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഹഷ്മി, അതുപോലെ പ്രിയപ്പെട്ട സ്മിത തുടങ്ങിയ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് കവി അയ്യപ്പൻ്റെ ഒരു പ്രശസ്തമായ കവിത, കരള് പങ്കുവയ്ക്കാൻ വയ്യൻ്റെ ഹൃദയമേ പകുതിയും ലഹരി, അല്ലേ, ലഹരി പക്ഷികൾ തിന്നുപോയി. അപ്പം ഇവിടെ പകുതിയല്ല, കരള് മാത്രമല്ല, ജീവിതം തന്നെ മുഴുവനായി നമ്മുടെ കറുത്ത പക്ഷികൾ, ലഹരിയുടെ കറുത്ത പക്ഷികൾ തിന്നുപോകുന്ന ഒരു കാഴ്ചയാണുള്ളത്. ഇതിനെതിരെ തീർച്ചയായിട്ടും ശബ്ദമുയർത്തേണ്ടതുണ്ട്. ഭിഷഗ്വരന്മാർ എന്നുള്ള രീതിയിൽ ഈ ക്യാമ്പസിലെ ഓരോ വിദ്യാർത്ഥിയുടെയും ഉത്തരവാദിത്തമാണ് ലഹരിക്കെതിരെ ശബ്ദമുയർത്തുക എന്നുള്ളത്. മാധ്യമ പ്രവർത്തനത്തിൻ്റെ 40 വർഷം ആഘോഷിക്കുന്ന ഈ ഒരു ചടങ്ങ് വെറുമൊരു ആഘോഷമാക്കാതെ ലഹരി വിമുക്ത കേരളം എന്ന ഒരു മഹത്തായ സന്ദേശം അതിലൂടെ നിറവേറ്റുന്ന പ്രിയപ്പെട്ട SKN സാറിന് PNNM ആയുർവേദ മെഡിക്കൽ കോളേജിൻ്റെ സ്വാഗതം ഔപചാരികമായി ആശംസിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ഡയറക്ടർ സന്ധ്യ മണ്ണത്ത് മാഡത്തെ സ്നേഹപൂർവ്വം ക്ഷണിച്ചോളൂ. എത്തിച്ചെന്ന ഏവർക്കും സ്നേഹവും നന്മയും നിറഞ്ഞ നമസ്കാരം. ഇന്ന് PNNM ആയുർവേദ കോളേജ് കുടുംബം 3 കാര്യങ്ങളിൽ സന്തോഷവാന്മാരാണ് SKN സർ. ഒന്ന്, നിളയുടെ തീരത്ത് കലയുടെയും സംസ്കാരത്തിൻ്റെയും മണ്ണിൽ സ്ഥിതി ചെയ്യുന്ന ഈ PNNM ആയുർവേദ കോളേജിന് ഒരു ലഹരി വിരുദ്ധ പ്രയാണത്തിൻ്റെ ഭാഗമാവാനും വേദി പങ്കിടാനായതിൻ്റെയും സന്തോഷമാണ് ആദ്യം. ജീവിതമാണ് ലഹരി, ലഹരിയല്ല ജീവിതം എന്നുള്ള ഈ ഒരു അവയർനെസ്സിന്, ഈ ഒരു പ്രചരണത്തിന് ഭാഗമാകാൻ സാധിച്ചതിൻ്റെ സന്തോഷമാണ് ഒന്ന്. 2, നമ്മുടെ എത്രയും പ്രിയപ്പെട്ട SKN 40 വയസ്സ് എന്നാണ് സത്യത്തിൽ ഞാൻ അദ്ദേഹത്തിനെ കണ്ടപ്പോൾ ആദ്യം വിചാരിച്ചത്. പക്ഷേ 40 വയസ്സ് മാധ്യമരംഗത്ത് അദ്ദേഹം പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതിൻ്റെ സന്തോഷവും, വയസ്സ് ഞാൻ പറയണില്ല, 40 എന്നാണ് സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത്. അത്രയാണ് താങ്കളെ കണ്ടാൽ തോന്നുള്ളൂ. പക്ഷേ 40 വയസ്സ് മുടിചൂടാമന്നനായി മാധ്യമരംഗത്ത് നിൽക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അതൊരു ഹെർക്കുലിയൻ ടാസ്ക്കാണ്. അതാണ് രണ്ടാമത്തെ ഞങ്ങളുടെ PNNM ആയുർവേദ കോളേജിൻ്റെ ഇന്നത്തെ സന്തോഷം. മൂന്നാമത്, ഒരു മാധ്യമം എന്നാൽ ഒരു നാടിൻ്റെ നാവാകണം, നട്ടലാകണം. ആ പണി ഭംഗിയായി ചെയ്യുന്ന നമ്മുടെ ഫ്ലവേഴ്സ് ആൻഡ് 24 ന്യൂസ് ചാനലിൻ്റെ ഭാഗമാവാനും അതൊരു വേദി ഇവിടെ ഒരുക്കാനും സാധിച്ചതിൻ്റെതാണ് മൂന്നാമത്തെ സന്തോഷം. അങ്ങനെ വളരെ ഭംഗിയായി തന്നെ മനോഹരമായി തങ്ങളുടെ മാധ്യമ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന 24 ന്യൂസും ഫ്ലവേഴ്സ് ചാനലിനെയും SKN സാറിൻ്റെ എല്ലാ ടീം അംഗങ്ങളെയും ഹൃദയപൂർവ്വം ആത്മാർത്ഥമായി തന്നെ PNNM ആയുർവേദ കോളേജ് വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. സന്തോഷം. മാത്രമല്ല ഹാഷ്മിയുണ്ട്, സ്മിതയുണ്ട്. ഹാഷ്മി ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് മീഡിയ പേഴ്സൺ. അതിൽ എതിർപ്പുണ്ടോ? ഞാൻ ഹാഷ്മിയോട് ചെവിയിൽ പറഞ്ഞു, നിങ്ങളിപ്പോൾ ഈ നാടിൻ്റെ ഒരു പ്രതിപക്ഷമാണ് എന്ന് പറഞ്ഞിരുന്നു. അത് ഉറക്കി ഞാൻ പറയുകയാണ്. എന്തായാലും ഹാഷ്മി ഒരിക്കൽ എപ്പോഴോ ഞാൻ കേട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഇന്നത്തെ തലമുറയെ കാർന്നു തിന്നുന്ന ഒരു രോഗമാണ്, അല്ലെങ്കിൽ ഒരു തിമിരമാണ് ലഹരി എന്നതാണ് പറഞ്ഞത്. അതൊരു തിമിരമാകാം, അർബുദമാകാം, ഏതെങ്കിലും മാറാരോഗമാവാം നമ്മുടെ ആയുർവേദക്കാരുടെ ഭാഷയിൽ. ആ മാറാരോഗത്തെ തുടച്ചു നീക്കുക എന്നുള്ള ഈ ഉദ്യമത്തിന് ഞങ്ങൾ ഏകദേശം 1000-ഓളം പേര് വരുന്ന സ്റ്റാഫ് അംഗങ്ങളും കുടുംബങ്ങളും എല്ലാം സാറിൻ്റെ കൂടെയുണ്ട്. എല്ലാവിധ പ്രചോദനവും പിന്തുണയും സപ്പോർട്ടും ഞങ്ങൾ ഈ അവസരത്തിൽ സാറിനും ഫ്ലവേഴ്സ് TVക്കും അതേപോലെ 24 ന്യൂസ് ചാനലിനും ഇവിടെ ഞങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഞങ്ങൾ അറിയിക്കുകയാണ്, പിന്തുണ അറിയിക്കുകയാണ്. ഈ അവസരത്തിൽ ഇവിടെ വന്നെത്തിച്ചേർന്ന റൊട്ടേറിയൻസ് ഉണ്ട്, GCI മെമ്പേഴ്സ് ഉണ്ട്, നല്ലവരായ കുറേ അഭ്യുദയകാംക്ഷികളുണ്ട്. എല്ലാവർക്കും ഈ അവസരത്തിൽ PNNM കുടുംബത്തിലേക്കും ന്യൂസ് 24ൻ്റെ ഈ പ്രോഗ്രാമിലേക്കും സുസ്വാഗതം, ആത്മാർത്ഥമായി തന്നെ സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ലഹരിക്കെതിരെ വലിയ പോരാട്ടം നമ്മളെല്ലാവരും നമ്മുടെ കോളേജിലെ പ്രിൻസിപ്പൽ, എല്ലാ ഡയറക്ടർ മാഡം എല്ലാവരുടെയും നേതൃത്വത്തിൽ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മളൊരു മാരത്തോൺ റൺ ഇവിടെ നടത്തിയുള്ളൂ. അപ്പം തീർച്ചയായിട്ടും ലഹരിക്കെതിരെയുള്ളൊരു സന്ദേശം ഒരു വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട SKN സാറിനെയും മുഴുവൻ 24 ന്യൂസ് അംഗങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. ക്ഷണിച്ചോളൂ പ്ലീസ്.
നമ്മളെല്ലാവരും ഇവിടെ കാത്തിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട SKN സാറിൻ്റെ വാക്കുകൾക്കാണ്. ഞാൻ അദ്ദേഹത്തിന് മൈക്ക് കൈമാറും. ഓവർ ടു യു സർ. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ, പ്രിയപ്പെട്ട ഡയറക്ടർ, മറ്റുള്ള മാനേജ്മെൻറ്റ് പ്രവർത്തകരെ, ലേക്ക് ഷോർ പ്രവൃത്തികളെ, ലേക്ക് ഷോറിലെ ഇവിടെ ഉണ്ടല്ലേ, ഓക്കെ. നമ്മുടെ സന്ധ്യാജി, നമ്മുടെ ഡയറക്ടർ വളരെ വിശാല മനസ്കയാണ്. എന്നെപ്പോലെ ഒരാളെ കണ്ടിട്ട് എനിക്ക് 40 വയസ്സേ ഉള്ളെന്ന് നിരൂപിച്ച ആളാണ്. എനിക്ക് കഴിഞ്ഞ കുംഭമാസത്തിൽ 65 വയസ്സ് തികഞ്ഞു. ആയുർവേദമായതൊരു ഇന്ത്യൻ സ്റ്റൈലിൽ പറഞ്ഞതാണ് ഞാൻ. അപ്പം പക്ഷേ കുംഭമാസം നിലാവ് പോലെയാണ്, കുമാരിമാരുടെ ഹൃദയമല്ല എൻ്റെ ശരീരം. അപ്പം പിന്നെ എന്തുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ ഒരു സ്ട്രക്ചറിൽ പോകുന്നു ചോദിച്ചാൽ, ഏഷ്യൻ പെയിൻസ് അപ്പെക്സ് അൾട്ടിമ, ഓക്കെ, അതാണ് സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ അങ്ങ് പുട്ടിയിടും ഒരു 6 മണിക്ക്, ഒരു 1/2 മണിക്കൂർ എടുക്കും. അത് കഴിഞ്ഞ് വൈറ്റ് വാഷ് ചെയ്യുന്ന പോലെ അടിക്കും. ഈ ആത്മീയുടെയൊക്കെ തല വെളുത്തിട്ട് കുറേ കാലമായി കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഇരിക്കുകയാണ്. അപ്പം നമ്മുടെ കൂടെ സ്മിത ഹരിദാസ് ഉണ്ട്, അത് കറുത്ത തല തന്നെയാണ് കേട്ടോ, ഓക്കെ. അപ്പോൾ പ്രിയമുള്ളവരെ, വളരെ ഒരു യാത്രയുടെ ഭാഗമായിട്ടാണ്, വി ആർ കമ്മിങ് ടു സീരിയസ് ബിസിനസ് കേട്ടോ. യാത്രയുടെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ വന്നത്. ഒരുപക്ഷെ ഈ PNNM ആയുർവേദ മെഡിക്കൽ കോളേജിൽ വരാനും നിങ്ങളെയൊക്കെ കാണാനും കഴിഞ്ഞ് ദൂരെ നിന്ന് വണ്ടിയിലൊക്കെ പോകുമ്പോൾ മാത്രമേ ഈ സ്ഥാപനം കണ്ടിട്ടുള്ളൂ. ഇതിനകത്ത് കടന്നപ്പോഴാണ് ഇത്രയും ഒരു സുഖമുള്ളൊരു സ്ഥാപനം ഇതിനകത്ത് പ്രവർത്തിക്കുന്നു. പിന്നെ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിനിൽ വലിയ വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ. അത് ഞാൻ പലപ്പോഴും ഈ മോർണിംഗ് ഷോയിലൊക്കെ പറയാറുമുണ്ട്. ഇന്ത്യക്ക് തനതായുള്ള പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ് ഈ സിസ്റ്റം ഓഫ് മെഡിസിൻ എന്ന് പറയുന്നത്. നമ്മൾ പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മരുന്നിനോട് നമുക്ക് അതൃപ്തിയൊന്നുമില്ല. സർജറിയൊക്കെ ചെയ്യാനും ഒക്കെ നമ്മുടെ ആളുകൾക്ക് ഇഷ്ടമാണ്. അതേസമയം നമ്മുടെ നാടിൻ്റെ തനത് സംഭവങ്ങളോട് നമുക്ക് വല്ലാത്തൊരു ഒരു 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 സർഗപ്രക്രിയയുടെ ഭാഗമായിട്ടുള്ള ഒരു ആത്മബന്ധമുണ്ട്. നമ്മുടെ കാശ്മീരുടെ ഭാഷ ഇപ്പോൾ ഞാൻ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, സ്നേഹത്തിൻ്റെ താമര നൂലെന്ന് പറയുന്നത്. അത് പൊട്ടിച്ച് കളയാതിരിക്കാൻ നമ്മൾ പരമാവധി ഇന്ത്യക്കാർ ശ്രമിക്കണം. മാത്രമല്ല, ഈ വെള്ളക്കാർ ഈ ഗുമസ്തപ്പണി ചെയ്യാനായിട്ട് ഇന്ത്യയിലേക്ക് കടന്നു വന്നപ്പോൾ അവരെ ആകർഷിച്ച സംഭവങ്ങളിലൊന്നത് ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ ആയിരുന്നു. അതുപോലെ പല കാര്യങ്ങളും അവർക്ക് ഒരു വലിയ ആകർഷണം തോന്നുകയും അവരുടെ നാട്ടിൽ ഇതൊക്കെ വിറ്റ് അഴിക്കാൻ പറ്റുമെന്ന് മനസ്സിലായപ്പോൾ അവർ തുപ്പാക്കി കയ്യിലെടുത്താണ്, തോക്ക് കയ്യിലെടുത്തു, പേന താഴെ ഇട്ടു. പിന്നെ അവർ 2 നൂറ്റാണ്ട് നമ്മളെ വിറപ്പിച്ചു. പിന്നെ ഗാന്ധിജിയെ പോലെയുള്ള ആൾക്കാർ ആഫ്രിക്കയിൽ നിന്ന് ഇറങ്ങി ഉപ്പുണ്ടാക്കി വരെ വെള്ളക്കാരെ പീഡിപ്പിച്ചു. അങ്ങനെ ഒരുപാട് കാലം നമ്മൾ അവരോട് പ്രക്ഷോഭം നടത്തിയാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. നിങ്ങൾക്കറിയാം, നമ്മുടെ പുതിയ കുട്ടികൾ നമ്മുടെ ചരിത്രമൊക്കെ വായിക്കണം. ചില ആൾക്കാർ ചോദിക്കും, ചരിത്രം പഠിച്ചിട്ട് എന്താ കാര്യം? ചരിത്രം പഠിച്ച ഒരുപാട് കാര്യമുണ്ട്. ഇപ്പോൾ ഡോക്ടർ APJ അബ്ദുൽ കലാം എന്ന് പറയുന്നൊരു മനുഷ്യനെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ചരിത്രം പരിശോധിക്കുന്നില്ലെങ്കിൽ അതൊരു സാധാരണ അദ്ദേഹം രാമേശ്വരത്തുള്ള ഒരു ശാസ്ത്രജ്ഞൻ മാത്രമാണ്. അതേസമയം നമ്മുടെ ഖ്യാതിയും നമ്മുടെ പ്രശസ്തിയും ആകാശത്തോളം ഉയർത്തിയ ഒരു തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിലെ ഒരു മിസൈൽ സയൻറ്റിസ്റ്റ് ആയിരുന്നു ഈ ഇദ്ദേഹം എന്നറിയുമ്പോഴാണ് നമുക്ക് അദ്ദേഹം സ്വപ്നം കണ്ടത് എന്തായിരുന്നു. നിങ്ങൾക്കറിയുന്ന പോലെ പൊക്കാറിനും അങ്ങനെയുള്ള രാജസ്ഥാനിലെ മരുഭൂമിയിലൊക്കെ നമ്മൾ പരീക്ഷിച്ച പല അണുബോംബും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് പുതിയ കാലത്തിൽ സമാധാനത്തിൻ്റെ ഭഞ്ജനം ഉണ്ടാക്കുന്ന കാര്യമാണ് എന്നറിഞ്ഞാൽ പോലും ഇന്ത്യ ഒരു ലോകമറിയുന്ന ഒരു 4ാമത്തെ 5ാമത്തെ ശക്തിയായി വളരാനൊക്കെ APJ പോലുള്ള ആൾക്കാരുടെ തല ഉപകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതമൊക്കെ വളരെ ക്ലോസ് ആയിട്ട് നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു എന്നൊക്കെ സംശയം തോന്നും നമുക്ക്. കാരണം ഈ തിരുവനന്തപുരത്ത് ഗുരുവായൂരപ്പൻ എന്നൊരു ഹോട്ടലുണ്ട്. ഇപ്പോഴും 3 രൂപയ്ക്ക് കഞ്ഞിയും ചുട്ട പപ്പടവും കിട്ടുന്നൊരു സ്ഥലമാണ് അത്. നിങ്ങൾ എത്ര പേര് പോയിട്ടുണ്ടെന്നോട് ഇദ്ദേഹം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയായിരുന്നു ഈ APJ അബ്ദുൽ കലാം സ്ഥിരമായി ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിക്കുന്നത്. അപ്പോൾ രാവിലെ അദ്ദേഹം ഇങ്ങനെ ചന്നം ഭിന്നം പെയ്യുന്ന മഴ സമയത്തൊക്കെ ഈ ഗുരുവായൂരപ്പൻ ഹോട്ടലിലേക്ക് വരുന്നത് ഒരു പതിവായിരുന്നു. വരുന്ന സമയത്ത് കുട അങ്ങേരെ കക്ഷത്തിൽ കാണും, പിടിക്കേണ്ട കുട അദ്ദേഹം കക്ഷത്തിൽ കാണും, മറന്നു പോകും അദ്ദേഹം പലപ്പോഴും. എന്നിട്ട് അദ്ദേഹം ബാത്റൂമിൽ ഉപയോഗിക്കുന്ന ചെപ്പലാണ് പലപ്പോഴും ഉപയോഗിക്കുന്നത്. ആ ചെപ്പൽ അദ്ദേഹത്തിൻ്റെ തലയിൽ കാണും. അപ്പോൾ ഈ മുതലാളി നോക്കുമ്പോൾ ഒരു സയൻറ്റിസ്റ്റ് വരുന്ന വരവ് കണ്ടില്ലേ എന്ന രീതിയിലായിരുന്നു അന്ന് അവരുടെ മനോഭാവം. അപ്പോൾ അദ്ദേഹം അവിടെ ഇരുന്ന് മൂലക്കിരുന്ന് നല്ല ഇഡ്ഡലിയൊക്കെ കഴിച്ച് രാമേശ്വരം സ്റ്റൈലിലൊക്കെ കഴിച്ചിട്ട് അദ്ദേഹം മടങ്ങി പോകുമായിരുന്നു. പിന്നെ അന്ന് മുതലാളി ആൻറ്റിയോട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ മുതലാളി തിരുവനന്തപുരത്ത് രാജ്ഭവനിൽ പോയി അദ്ദേഹത്തിന് കാണണമെന്ന് ആഗ്രഹം പറഞ്ഞു. APJ അദ്ദേഹത്തിനെ കണ്ടു, ഗിഫ്റ്റൊക്കെ കൊടുത്തു. പിന്നീട് അദ്ദേഹം പറഞ്ഞു,
അദ്ദേഹം നടന്നു വരുന്നതൊക്കെ കണ്ടു കൊതി തീരാതെ നിന്ന ഒരാളാണ് ഞാൻ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. തള്ളലിൻ്റെ കാലമല്ലേ, ഒരുപാട് പറഞ്ഞു. അത് പോട്ടെ, അതല്ല, അദ്ദേഹം അത് കഴിഞ്ഞിട്ട് APJ അബ്ദുൽ കലാം എന്ന് പറയുന്ന മനുഷ്യന് എത്ര നട്ടലുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ISRO ചാരക്കേസിനെ കുറിച്ച് അറിയാം. ISRO ചാരക്കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര തലത്തിൽ നടന്ന ഒരു ഗൂഢാലോചനയാണത്. നമ്മുടെ ശാസ്ത്രീയമായ നേട്ടങ്ങളെ തച്ച് തകർക്കാനും അഖില ലോകതലത്തിൽ ഇന്ത്യയുടെ യശസ് തകർക്കാനും വലിയ രാഷ്ട്രശക്തികളൊക്കെ പിന്നാമ്പുറത്ത് നിന്ന് കളിച്ച ഒരു സംഭവമാണ്. ഒരു കൗണ്ടർ ഇൻ്റലിജൻസ് ഓപ്പറേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ചില കാര്യങ്ങളൊക്കെ നടന്നു എന്ന് തോന്നലുണ്ടാക്കുന്നതിനെയാണ് ഈ കൗണ്ടർ ഇൻ്റലിജൻസ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഈ മറിയം റഷീദെ പോലുള്ള ആളുകൾ കേരളത്തിൽ വന്നെന്നും അവർ നമ്മുടെ രഹസ്യങ്ങൾ ചോർത്തിയെടുത്തെന്നൊക്കെ തോന്നൽ ഉണ്ടാക്കുന്നതിൽ ഈ ശക്തികൾ വിജയിച്ചു. അന്ന് ഏറ്റവും പീഡിപ്പിക്കപ്പെട്ട ഒരു ശാസ്ത്രജ്ഞനായിരുന്നു നമ്മൾ ഇന്നും ജീവിച്ചിരിക്കുന്ന, ഒരുപക്ഷെ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴും നമ്മുടെ ഈ ഓരോ റോക്കറ്റുകൾ കുതിച്ചുയരുമ്പോഴും ഞാൻ ആലോചിക്കുന്നത് 2 മനുഷ്യരെ കുറിച്ചാണ്. ഒന്ന് ശശികുമാർ, ഒന്ന് നമ്പി നാരായണൻ. ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ട ഒരു ശാസ്ത്രജ്ഞനാണ് നമ്പി നാരായണൻ. അദ്ദേഹത്തിന് ഒരു സിമൻറ്റ് ബെഞ്ചിൽ പട്ടി ചങ്ങല കൊണ്ട് കൈകൾ കെട്ടിയിട്ട് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അതിഭീകരമായി മർദ്ദിച്ച കഥയുണ്ട്. കാര്യം അയാൾ ചാരപ്പണി നടത്തിയെന്ന് പറയിപ്പിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. അപ്പോൾ ഈ ചാരക്കേസിന് കത്തി നിൽക്കുന്ന സമയത്തായിരുന്നു ഈ ഡോക്ടർ APJ അബ്ദുൽ കലാം തിരുവനന്തപുരത്ത് വന്നത്. അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചു, നമ്പി നാരായണൻ എന്ന ശാസ്ത്രജ്ഞൻ ഈ ചാരപ്പണി ചെയ്തു എന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞു, മൈ നമ്പി വോണ്ട് ഡു ദാറ്റ്, എൻ്റെ നമ്പി അത് ചെയ്യില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. നമ്പി നാരായണനോട് ശാസ്ത്രജ്ഞൻ എന്നുള്ള നിലയിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളും, അത് ശാസ്ത്രത്തിൻ്റെ പേരിലാണ്, ഉപയോഗിക്കുന്ന രാസവസ്തുവിൻ്റെ പേരിലൊക്കെ തന്നെ പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ആളായിരുന്നു APJ അബ്ദുൽ കലാം. അതൊക്കെ ചരിത്രമാണ്, നമ്മളതെല്ലാം പഠിക്കണം. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ അറിയണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ ചരിത്രത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും ഭാഗം തന്നെയാണ് നിങ്ങൾ പഠിക്കുന്ന ഈ സിസ്റ്റം ഓഫ് മെഡിസിൻ. ആ മെഡിസിനോട് നമുക്ക് എന്തെന്നില്ലാത്ത ഒരു ആദരവുണ്ട്. ഇനി കമ്മിങ് ടു അവർ മെയിൻ ബിസിനസ്, ഇപ്പം നമ്മൾ എന്തിനാണ് ഈ യാത്ര ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, നമ്മുടെ നാട്ടിൽ ഒരിക്കലും കേട്ടുകേഴ്വിയില്ലാത്ത ചില സംഭവങ്ങൾ ഉണ്ടാവുകയും ഈ നാട് നശിച്ചു പോകുന്ന രീതിയിൽ, പുതിയ തലമുറയാണ് നമ്മുടെ നാടിൻ്റെ കരുത്ത് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ നാട് തകർന്ന് തരിപ്പണമായി പോകും. കാര്യം നിങ്ങളിലാണ് ഈ നാടിൻ്റെ പ്രതീക്ഷ. നമുക്കെന്ന് വെച്ചാൽ ഇന്ത്യ എന്ന് വെച്ചാൽ അതിവേഗത്തിൽ വികസനത്തിലേക്ക് കുതിക്കുന്ന ഒരു രാജ്യമാണ്. പല കാര്യങ്ങളിലും ഇന്ത്യ ഒന്നാമതെത്തിയിട്ടുണ്ട്. നമ്മൾ അറിയാത്തതാണ്. ഇപ്പോൾ APJ അബ്ദുൽ കലാം ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരു സംഘം ആൾക്കാർ ചോദിച്ചു, ഇന്ത്യ തകർന്ന തരിപ്പണമായി കിടക്കുകയല്ലേ എന്ന് ചോദിച്ചു. അദ്ദേഹം 101 കാര്യങ്ങൾ പറഞ്ഞെന്നാണ് പറയുന്നത് ഇന്ത്യ ഒന്നാമതായി നിൽക്കുന്ന കാര്യത്തിൽ. അപ്പോൾ ഇന്ത്യ അങ്ങനെയുള്ളൊരു രാജ്യമാണ്. അപ്പോൾ അവിടെ പക്ഷേ ഈ ഏറ്റവും കൂടുതൽ യുവശക്തി സജീവമായിരിക്കുന്ന ഒരു രാജ്യവും ഭാരതമാണെന്നാണ് ഇപ്പോൾ ലോകത്ത് അറിയപ്പെടുന്നത്. അങ്ങനെ വിഖ്യാതമായിക്കൊണ്ടിരിക്കുന്ന ഭാരതത്തിൻ്റെ യാത്രയ്ക്കിടയിൽ പുഴുക്കുത്ത് പോലെ കേരളത്തിലെ ഈ പ്രശ്നം ഉയർന്നു വരികയാണ്. അതായത് നമ്മുടെ യങ്സ്റ്റേഴ്സും നമ്മുടെ കുട്ടികളും എല്ലാം തന്നെ ഈ ബ്രൗൺ ഷുഗർ, കൊക്കൈൻ, അതുപോലെ മറ്റുള്ള രാസലഹരികൾ, MDMA, പിന്നെ അതുപോലെ ഹൈബ്രിഡ് കഞ്ചാവ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഉപയോഗിക്കുന്നവരാണ്. നിങ്ങൾ മെഡിക്കൽ വിദ്യാർത്ഥികളാണ്. നിങ്ങളോട് ഞാൻ ഒരുപാട് ആഴത്തിൽ പറയാനുള്ള അവഗാഹം എനിക്കില്ല എന്ന് മാത്രമല്ല അതിൻ്റെ ആവശ്യം ഇല്ലതാനും. നിങ്ങൾക്ക് കേട്ടാൽ പെട്ടെന്ന് മനസ്സിലാകും. ആരാണ് ഒരു MDMA രോഗി? സിംപ്ലി ഞാൻ ചോദിക്കുകയാണ്. ആ MDMA രോഗി എന്ന് പറഞ്ഞാൽ ഒരു മനോരോഗിയെക്കാളും ഉയരത്തിലാണ് അവൻ്റെ സ്ഥാനം. എന്ന് വെച്ചാൽ അവനെ അതപ്പതിച്ച് മനോരോഗത്തെക്കാളും താഴെയാണ്. ഒരു മനോരോഗിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? മനോരോഗി അവൻ ചെയ്യുന്നത് എന്താണെന്ന് അവന് മനസ്സിലാകില്ല. അവൻ്റെ ബോധതലങ്ങൾ മുഴുവൻ തകർന്നു പോയി. അവൻ്റെ ഉപബോധ മനസ്സൊന്നും ഒരിക്കലും വർക്ക് ചെയ്യില്ല. അപ്പോൾ ഈ ബോധമില്ലാത്തവൻ, അതല്ലെങ്കിൽ കണ്ട കാര്യങ്ങൾ എൻ്റെ മുന്നിൽ നിൽക്കുന്നത് എൻ്റെ അമ്മയാണോ എൻ്റെ പിതാവാണോ എന്ന് പോലും തിരിച്ചറിയാത്ത ഒരുവനാണ് ഒരു മനോരോഗി. മനോരോഗിക്ക് ഒരു മനോരോഗിയായിരിക്കുന്നിടത്തോളം കാലം അവന് ഒരിക്കലും ഒരു നിമിഷത്തിൽ ഉറങ്ങുമ്പോൾ പോലും അയാൾക്ക് തിരിച്ചറിവുണ്ടാവില്ല. അതാണല്ലോ ഈ രോഗത്തിൻ്റെ ഒരു പ്രത്യേകത. അങ്ങനെയുള്ള, കാരണം നമ്മൾ ഈ ഒരുപാട് മരുന്നൊക്കെ തന്നെ ഈ മനോരോഗത്തിനുണ്ടെങ്കിൽ പോലും പലവിധമായ മനോരോഗങ്ങളുണ്ട്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഡിപ്രഷനൊക്കെ ഒരു സാധാരണ സംഭവം, അതൊക്കെ ചെറിയൊരു കേസാണ്. ഒരു സാമ്പിൾ മേടിക്കട്ടാ. ഈ ഡിപ്രഷനൊന്നും അല്ല ഞാൻ പറയുന്നത്. ഞാൻ സ്കിസോഫ്രീനിയ പോലെ മാരകമായ രോഗങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നത്. നമ്മളൊരു മനോരോഗി ഒരിക്കലും അപ്രീതിയോടെ കാണാൻ പാടില്ല എന്ന അഭിപ്രായം എനിക്കുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഏതോ ഒരു കാലത്ത് ഏതോ ഒരു ജീൻ ഫാക്ടർ തലമുറകളിലൂടെ പ്രവർത്തിച്ചാണ് ഒരാൾക്ക് മനോരോഗം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ മെഡിസിൻ എന്താ ചെയ്യുന്നത്? അതിൻ്റെ തീവ്രത കുറയ്ക്കുക, ഇൻറ്റൻസിറ്റി കുറച്ചുകൊണ്ട് വരിക ചെയ്യുന്നത്. പൂർണ്ണമായും ഒരു മനോരോഗത്തെ വേരോടെ എറിയാൻ കഴിയില്ലെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങളുടെ അറിവ് തിരിച്ചാണെങ്കിൽ എന്നോട് പറയുക. ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു വിവരം അതാണ്. അപ്പോൾ ഇതവിടെ നമ്മുടെ ശരീരത്തിൽ എവിടെയോ ഉണ്ട്.
അപ്പം അവിടെ നമ്മുടെ മാനസിക നില തെറ്റിപ്പോവുകയും നമ്മുടെ മനസ്സും തലച്ചോറും തമ്മിലുണ്ടെന്ന് പറയുന്ന ഈ വൈദ്യുത ബന്ധം ഇല്ലാതാവുകയും ചെയ്യുന്ന സമയത്താണ് ഒരാളുടെ മനോനില തകർന്നു പോവുക. ആ മനോനില തകർന്നു പോയി കഴിയുന്ന ഒരു സാധാരണ മനോരോഗിയുടെ ഏറ്റവും അതപ്പതിച്ച അവസ്ഥയാണ്, ദ വേഴ്സ്റ്റ് അവസ്ഥയാണ് ഒരു MDMA രോഗിയുടേത്. അയാൾക്ക് അമ്മയും പെങ്ങളെ അറിയില്ല. അതുകൊണ്ടാണ് ഇയാൾ ഒരു 6, 7, 8 തവണ ഇത് കഴിച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് ഇയാൾ ഇതിൽ മൂക്കുകുത്തി വീഴുകയും ഇയാൾ വലിയൊരു അക്രമവാസന ഇയാളിൽ ഉണ്ടാവുകയും ചെയ്യും. അക്രമവാസന എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും തീവ്രതയിൽ ഇയാളിൽ പ്രകാശിക്കാൻ തുടങ്ങും. അതായത് അയാൾ കൊലക്കത്തി കയ്യിലെടുക്കും. കൊലക്കത്തിയും കൊണ്ട് അയാൾ പാഞ്ഞു വരുമ്പോൾ പെറ്റ അമ്മയാണ് കൺമുന്നിൽ നിൽക്കുന്നെങ്കിലും അവരുടെ പള്ളയ്ക്കത് കുത്തി ഇറക്കാൻ അയാൾക്ക് യാതൊരു മടിയും ഉണ്ടാകില്ല. ഞങ്ങൾ ഈ യാത്ര ആരംഭിച്ചത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങളൊക്കെ രാവിലെ ചെന്ന് നിൽക്കുമ്പോൾ നിങ്ങളെപ്പോലൊക്കെ തന്നെയാണ് നമ്മൾ ഈ AC മുറിയിലിരുന്ന് വാർത്ത വായിക്കുന്ന വ്യത്യാസമല്ലാതെ എല്ലാവിധമായ ഒരു പ്രക്ഷേപകൻ്റെ എല്ലാവിധമായ ടെൻഷനും അനുഭവിച്ചാണ് നമ്മൾ വാർത്താപാരായണം തുടങ്ങുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ എന്താ, പ്രഭാതത്തിൽ നമ്മൾ കിഴക്ക് സൂര്യൻ ഉദിക്കുന്നു, ആ സൂര്യൻ്റെ കിരണങ്ങൾ കേരളത്തിലൊക്കെ ഇങ്ങനെ ചിതറി വീഴുന്നു എല്ലാ മണ്ണിലെയും പോലെ. അപ്പം നമ്മുടെ മണ്ണിലൊക്കെ ഒരു പെട്ടെന്നൊരു പ്രകാശം, പലയിടങ്ങളിലും നിഴല് മാറി ഇങ്ങനെ വെളിച്ചം വരുന്നു. അപ്പോൾ നമുക്ക് ആ തെളിച്ചത്തിലൊക്കെ നമുക്ക് എന്തെന്നില്ലാത്തൊരു സുഖം കിട്ടും. അങ്ങനെ സുഖം കിട്ടിയിട്ട് നമ്മളിങ്ങനെ കയറുമ്പോഴാണ് പട്ടാമ്പിയിൽ ഇന്നാര് മകൻ പെറ്റമ്മയെ 4 തവണ കുത്തി അമ്മ മരിച്ചുപോയി. അങ്ങനെ കൊലപാതകങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടുവരിക. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എന്നെ അസ്വസ്ഥപ്പെടുത്തിയ ഒരു കാര്യം, ഒരു ദിവസം ഞാൻ 7-നും 9 മണിക്ക് 2 മണിക്കൂറിനിടയിൽ 14 കൊലപാതകങ്ങൾ വായിച്ചു. അപ്പോൾ അന്ന് ഞാൻ യഥാർത്ഥത്തിൽ എന്തോ കൊണ്ടോ ഒന്ന് സന്തോഷിച്ച് സ്റ്റുഡിയോയിലേക്ക് പോയ ദിവസമായിരുന്നു. അപ്പോൾ ഈ 14 കൊലപാതകങ്ങളിൽ 4 കൊലപാതകമെങ്കിലും അതിഭീകരമായിരുന്നു. അതായത് ഒരു പിതാവിനെ കഴുത്ത് ജരിച്ച് കൊലപ്പെടുത്തി അമ്മയുടെ നെഞ്ചിൽ കൊലക്കത്തി കുത്തി ഇറക്കി. ഇങ്ങനെ നമുക്കൊരു പക്ഷേ ഒരു ക്യാമറയുടെ മുമ്പിൽ പറയുമ്പോൾ സാധാരണ വികാരരഹിതമായിട്ട് ഇതൊക്കെ വായിച്ച് തീർക്കണമെന്നാണ് ഞങ്ങളുടെ ഉസ്താദുമാർ BBC ഞങ്ങളെ പഠിപ്പിച്ചത്. പക്ഷേ ഞങ്ങളത് കളഞ്ഞത്. ഞങ്ങൾ സായിപ്പിരുന്നിങ്ങനെ അങ്ങനെ നമ്മൾ വായിക്കരുത്. നമ്മൾ അണ്ണ മറ്റൊരു മരിച്ചു എണ്ണ എന്നുള്ള രീതിയിലാണ് നമ്മൾ വായിക്കുന്നത്. കാര്യം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ചങ്കരപ്പിടിച്ചോട് ചേട്ടാ അറിഞ്ഞോ മറ്റേ വട്ടാമയിലെ ചേച്ചി മരിച്ചുപോയി, ആ സ്റ്റൈലിലാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ മനുഷ്യൻ്റെ കൂട്ട് വിഷമം വന്നാൽ കരയുകയും അതുപോലെ സങ്കടം വന്നാൽ കരയുകയും ദേഷ്യം വന്നു കഴിഞ്ഞാൽ മുഖത്ത് ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നൊരു സാധാരണ ആൾക്കാരെ പോലെയാണ് ഞങ്ങളുടെ വാർത്താ അവതരണ രീതി. 24 കൊണ്ടുവന്ന രീതിയാണ് ഇന്ന് നാട്ടോടെ 24ൻ്റെ രീതിയായി. 24 ഇപ്പോൾ തിരിച്ചാലോചിച്ചുകൊണ്ടിരിക്കുക. ആ അവസ്ഥയെ അതങ്ങ് നാശമാക്കി കളഞ്ഞു. അപ്പം നമ്മൾ കല്യാണ വീട്ടിൽ ദുഃഖ ബാൻഡ് അടിക്കാറില്ല, പക്ഷേ ഇപ്പോൾ ആൾക്കാർ ദുഃഖ ബാൻഡ് അടിച്ചു തുടങ്ങി. നമുക്ക് വലിയ പ്രശ്നം. അപ്പം നമ്മൾ യഥാർത്ഥത്തിൽ ഞാനും ആഷ്മിയും വിജയകുമാറും ഒക്കെ പലപ്പോഴും ഈ ഇലക്ഷനൊക്കെ പറയുമ്പോൾ ഒരു തമാശയ്ക്ക് വേണ്ടി ചിലർ മേമ്പൊടിയായിട്ട് എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കും. അപ്പോൾ ഇപ്പോൾ കംപ്ലീറ്റ് ബോവനും മോളിയും വായിച്ചൊരു കോമഡിയാണുള്ളത്. അപ്പം പറയുന്നത് പിണറായി വിജയൻ ഇലക്ഷൻ ജയിച്ച എന്ന് പറഞ്ഞങ്ങ് ചിരിക്കുക. നമുക്കിത് മനസ്സിലാവുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ മൊത്തം പ്രശ്നമായി. അപ്പം നമുക്കിപ്പോൾ ഒരു സംശയമായി തുടങ്ങി. ഇനി കോമഡി പിൻവലിച്ചാലോ ഒന്ന് മുൻകൂർ പ്രാബല്യത്തിൽ പിൻവലിച്ചാലോ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുക. മാത്രമല്ല ടോംസിൻ്റെ ബോവൻ മോളിക്ക് ഇപ്പോൾ വലിയ മാർക്കറ്റാണ്, എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുക. അത് നിങ്ങൾ വാങ്ങിച്ചോളൂ, 2 കോപ്പി വാങ്ങിച്ച് വായിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇത് വന്നപ്പോൾ ഈ മരണമൊക്കെ ഇങ്ങനെ വായിക്കുകയും 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഒരു അഡിക്ഷൻ സെൻറ്ററിൽ ഡീഡിക്ഷൻ സെൻറ്ററിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ള വാർത്തയൊക്കെ നമ്മൾ അറിയുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി. അപ്പം ഞങ്ങൾ പലപ്പോഴും ഈ വാർത്താ മുറികളിൽ ഈ വാർത്താ പ്രളയം കാരണം നമ്മളിത് വായിച്ച് നമ്മൾ തന്നെ വേറൊരു രീതിയിലായി പോകും. അപ്പം നമുക്ക് രാവിലെ കൊലപാതക വാർത്ത ഇല്ലെങ്കിൽ ഒരു വിഷമം പോലെയാവും. ആ രീതിയിൽ ഇന്നൊന്നും ഇല്ലേടേ, ഇന്ന് കാര്യമായിട്ട് ചൂടുള്ള സാധനമൊന്നും ഇല്ലേ എന്ന് നമ്മൾ തന്നെ അറിയാതെ ചോദിച്ചു പോകുന്നൊരവസ്ഥയിലേക്ക് ആകും. പക്ഷേ ഇത്തരം നിർദ്ദയമായ കൊലപാതകങ്ങൾ നമ്മളെ വല്ലാണ്ട് തളർത്തുകയും ഇതിൻ്റെ കാരണം അന്വേഷിച്ചിറങ്ങിയപ്പോൾ ഇതുപോലുള്ള ചില രാസലഹരികൾ MDMA പോലെ അതല്ലെങ്കിൽ ഹൈബ്രിഡ് കഞ്ചാവ്, ഈയിടയ്ക്ക് വിദേശത്ത് വന്ന കഞ്ചാവ് പിടിച്ചപ്പോഴാണ് നമ്മൾ അറിഞ്ഞ് ഈ MDMAയേക്കാളും കുഴപ്പം പിടിച്ചവനായവൻ. കാരണം നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, മെഡിക്കൽ വിദ്യാർത്ഥികളായ നിങ്ങൾ ആഴത്തിൽ ഇത് പഠിക്കണം. 7 കൊല്ലം ആയുസുള്ളതെന്നാണ് പറയുന്നത്. പരമാവധി വന്നാൽ 12 കൊല്ലം. അതിനൊക്കെ അടിച്ചു പോകുന്നവർ അടിച്ച് പീസായി പോകും. നമ്മൾ ഈ തമാശയൊക്കെ പറയും, ഈ അവസാനം ഊർത്തനെടുക്കുമ്പോൾ ഒരു പരീക്ഷണമുണ്ട്, ലാസ്റ്റിൽ ഒരു വലിയുണ്ട്, ഏറ്റ വലി, ചാക്കാലയ്ക്ക് ഒരു വലിയുണ്ട്. ആ അവസാനത്തെ വലിയിലിടയിലാണ് നീ എന്തൊക്കെ പാതകങ്ങളായി മണ്ണിൽ ചോദിക്കുന്ന 10 സെക്കൻഡ് ചോദിക്കും. അത് ലേശ വലിയ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇത് വലിച്ചു തീർക്കുന്നവരാണ് ഇവർ ചെയ്യുന്നത് 7 കൊല്ലം കൊണ്ടൊക്കെ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമുക്ക് ഈ മണ്ണിൽ ജീവിക്കാനും ഒരു 90 വയസ്സ് വരെ ജീവിച്ചു പോകാനും. ഞാൻ യഥാർത്ഥത്തിൽ ഇപ്പോൾ ആഷ്മിയൊക്കെ വിചാരിക്കുന്നത് മിക്കവാറും ഞാൻ ഉടനെ ഇറങ്ങിപ്പോകുന്നതാണ്. പക്ഷേ ആഷ്മിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അടുത്തൊരു 50 കൊല്ലക്കാലോടെ ഞാൻ കാണുന്നത്. ആഷ്മി ഞെട്ടിയിരിക്കുക. പിന്നെ ആഷ്മി 2 ദിവസം ഉണർന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ 50 വർഷമെങ്കിലും നിൽക്കണം. അപ്പോൾ അത്രയും കാലം നമുക്ക്
നിൽക്കാനുള്ളൊരു ക്വാളിറ്റി ലൈഫ് നമുക്കുണ്ട്. ആ ക്വാളിറ്റി ലൈഫാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവിതം ഒരു തൂക്കുപാലമാണ്. അതൊരു സിനിമാ പാട്ടാട്ടോ, ജീവിതം എന്നൊരു തൂക്കുപാലം. അപ്പോൾ ഞാൻ ആ പാട്ട് പറഞ്ഞതല്ല, ആ തൂക്കുപാലത്തിൽ ഇങ്ങനെ വളരെ സുഖകരമായി വളരെ സൗന്ദര്യത്തോടെ നമ്മുടെ ഈ പച്ചപ്പുള്ള മണ്ണൊക്കെ ആസ്വദിച്ച് നമുക്ക് സുഖകരമായി കഴിയാനുള്ള ഒരു സാഹചര്യം ഈ നാട്ടിലുണ്ട്. നമുക്ക് രാത്രിയിലൊക്കെ ചേച്ചിയുടെ കൂടെ കിടന്ന് ഉറങ്ങിക്കൊണ്ട് സിനിമാ കഥ പറയുക, എന്നിട്ട് കുറച്ച് നേരം ഉറങ്ങുക, പിന്നെ എണീറ്റ് ചേച്ചി നമ്മുടെ മമ്മൂട്ടി ഈയിടയ്ക്ക് പറഞ്ഞൊരു തമാശ കേട്ടായിരുന്നു, എന്നിട്ട് പിന്നെയും ഉറങ്ങുക. ഇതൊക്കെ നമുക്ക് മാത്രം കിട്ടുന്ന, മലയാളിക്ക് മാത്രം കിട്ടുന്ന ഒരു അപൂർവമായ ജീവിത സൗരഭ്യമാണ്. നമ്മളെന്തിനാണ് അത് തല്ലിക്കെടുത്തുന്നത്? ഇത് തല്ലിക്കെടുത്തിയിട്ട് കഞ്ചാവിൻ്റെയും അതുപോലെ തന്നെ ഈ മയക്കുമരുന്നിൻ്റെയും പിന്നാലെ പോയി. ഇവിടുന്ന് നല്ല ഇതാണ് സ്കിറ്റായിട്ട് അവതരിപ്പിച്ചത്, നല്ല സന്ദേശമാണത് കൊടുക്കുന്നത്. താങ്ക്സ് ടു മൈ സ്റ്റുഡൻറ്റ്. അപ്പം നിങ്ങളത് എവിടെയെങ്കിലുമൊക്കെ പോയി അവതരിപ്പിക്കും. അതിലെ പാട്ടും ഗംഭീരമായി. ഈ പാട്ട് വളരെ പോപ്പുലറാണ്. അപ്പോൾ ഒരു സിനിമാ പാട്ട് പോലെ പോപ്പുലർ. അപ്പോൾ ഞങ്ങൾ തന്നെ ഒരു 14 സ്ഥലത്ത് ഇത് കേട്ടു. ഇപ്പം ഞങ്ങളിത് കാണാൻ പഠിച്ചാൽ എനിക്ക് അതിൻ്റെ ലൈൻസ് അറിയില്ലായിരുന്നു. ഇപ്പോൾ എനിക്ക് ലൈൻസ് അറിയാം. എല്ലായിടും ഈ പാട്ടുണ്ട്. ആ പാട്ട് പാടിയതും ഗംഭീരമായി. അപ്പോൾ ആ കുട്ടികൾക്കൊക്കെ ആ വികാരം ഉള്ളിൽ ഉൾക്കൊണ്ടവർ പാടി എന്നുള്ളത് പാട്ടിൽ ആത്മാവുണ്ടായിരുന്നു. അതെ എന്ന് വേണം പറയാൻ. അപ്പോൾ ഒക്കെ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഏറ്റവും സങ്കടകരമായൊരു ജീവിത സാഹചര്യത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നമ്മൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സ്കൂൾ വരാന്തകളിലൊക്കെ ഞങ്ങൾ ഈ യാത്ര തുടങ്ങുമ്പോൾ ഞങ്ങൾക്ക് അനുഭവപ്പെട്ട ചിന്ത വളരെ ഒറ്റയ്ക്കും തെറ്റയ്ക്കും ചില ഓണം കയറാൻ മൂലകളിലും ചില നഗരോരങ്ങളിലും മാത്രമുള്ള ചില സാധനമാണ് ഈ രാസലഹരി എന്നായിരുന്നു. എന്നാൽ ഞങ്ങൾ പത്തനംതിട്ട, ഞങ്ങൾ 3ാമത്തെ ജില്ല കിടക്കുന്നത് പത്തനംതിട്ട ജില്ലയാണ്. ആ ജില്ലയെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. പത്തനംതിട്ട ജില്ലയിൽ ഞങ്ങളുടെ പര്യടനം കഴിയുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി കേരളത്തിലെ ഒരു പഞ്ചായത്ത് പോലും MDMA നിന്ന് മുക്തമല്ല. ആരെങ്കിലും ഒരുവൻ അവിടെ ഉണ്ടാകും. അതിൽ ചെറിയ കുട്ടികളായിരിക്കാം ചിലപ്പോൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ വീട്ടിൽ MDMAയോ അല്ലെങ്കിൽ അതേപോലുള്ള സിന്തറ്റിക് ലഹരി കഴിക്കുന്ന ആളില്ലെന്ന് കരുതി നമുക്ക് സമാധാനിക്കാൻ ഒരു മാർഗവുമില്ല. കാരണം ഈ ലഹരി കഴിച്ച് പരിചയമുള്ള ഒരുത്തൻ കൊലക്കത്തിയുമായി നടു റോഡിൽ കാണും. നമ്മൾ ചിലപ്പോൾ ചായക്കടയിലേക്ക് ഒരു ചെറിയ ചായ അടിക്കാൻ ഒരു തട്ടുകടയിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ വെറുതെ അയാളെ കണ്ടൊന്ന് ചിരിച്ച് കാണും. ഇങ്ങനെ ചിരിക്കുമല്ലോ മലയാളി. അപ്പോൾ നമ്മൾ പുഞ്ചിരിച്ച് കഴിയുമ്പോൾ എന്തിനാടാ ചിരിച്ചതെന്ന് ചോദിച്ചിട്ട് ഒറ്റ കൊന്നു, ചിരിച്ചാലും പ്രശ്നമാണ്. അതല്ല, നമ്മൾ അയാളെ കണ്ടുകൊണ്ട് വിഷമിച്ചൊന്നു, നീ എന്തിനാടാ വിഷമിച്ചെന്ന് നോക്കിക്കൊന്നു, കാരണം വേണ്ട അതിന്. അപ്പം ലോക്യം പറഞ്ഞാലും അലോക്യമാണെങ്കിലും നിങ്ങളുടെ നെഞ്ചിലേക്ക് കുത്തിയിറക്കാൻ ഒരു MDMAക്കാരൻ നമുക്ക് പിന്നാലെയോ മുന്നിലോ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ സമാധാന ജീവിതത്തിന് ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. മാത്രമല്ല, ഈ കഴിഞ്ഞ ജനുവരിയിലും ഫെബ്രുവരിയിലുമായി പോലീസ് എടുത്ത കേസ് 600 എണ്ണമാണെങ്കിൽ ആ 600 കേസിൽ 30% പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ് നിങ്ങൾ മറന്നു പോരുത്. അതുപോലെ 17% പെൺകുട്ടികളാണ് എന്ന് മറന്നു പോകരുത്. എനിക്ക് നിങ്ങൾ പെൺകുട്ടികളെയൊക്കെ കാണുന്ന സമയത്ത് എന്തൊരു സന്തോഷമാണെന്നറിയാമോ? പക്ഷേ നിങ്ങളെ തന്നെ മുഖം വിവരണമാകുകയും ലഹരി പാനീയങ്ങളിലേക്ക് നിങ്ങൾ മൂക്കിടിച്ച് വീഴുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ വളരെ വാത്സല്യത്തോടെ ഇവിടെ കൊണ്ട് ചേർത്ത മാതാപിതാക്കളില്ലേ, അവർക്ക് എന്തൊരു പ്രതീക്ഷയാണെന്നറിയോ? അപ്പോൾ നമ്മൾ ഒന്നാമത് ഒരു വീട്ടിൽ 1.5 കുഞ്ഞുങ്ങളല്ലേ കാണൂ, എല്ലാം കൂടെ 2 കുഞ്ഞുങ്ങളായിരിക്കും. അപ്പോൾ ഒരു കുഞ്ഞ് ഉണ്ടായി കഴിയുമ്പോൾ തന്നെ വളരെ വിശാല മനസ്കരായ അമ്മയും അച്ഛനും ഇന്ന് ആലോചിക്കുന്നത് മൻമോഹൻ സിംഗിൻ്റെ അതേ മുഖമാണ്. അതുപോലെ ലുക്ക് അതുപോലെ ഇരിക്കുന്നു. എക്കണോമിക്സ് കുറച്ച് പഠിച്ചാൽ ചിലപ്പോൾ ആ വഴിക്ക് ശരിയായി പോവും. APJ അബ്ദുൽ കലാമിൻ്റെ ചിരി പോലെ ഉണ്ട്. അപ്പോൾ കുട്ടിയിൽ ഇങ്ങനെ ഓരോന്ന് അവർക്ക് ജീവിതത്തിൽ നേടാൻ പറ്റാത്തതെല്ലാം ഈ കുട്ടിയിലേക്ക് കുത്തിവെച്ച് വളർത്തിക്കൊണ്ടുവരുന്ന മാതാപിതാക്കൾ ഒരു ഭാഗത്തുണ്ട്. ഞാൻ ഒരു ദിവസത്തിൽ ഞങ്ങളുടെ നാട്ടിൻപുറത്തൂടെ ഒരു ജില്ലാ കളക്ടർ ഇങ്ങനെ കാറിൽ പറന്നു പോകുമായിരുന്നു. കാറിലിങ്ങനെ പറന്നു പോകുന്ന സമയത്ത് അങ്ങേര് ചെളി തെറിപ്പിച്ച് എൻ്റെ ദേഹത്ത്. അപ്പോൾ ഞാനന്ന് പ്രീ ഡിഗ്രിക്ക് പഠിക്കുക. അപ്പോൾ ഞാൻ നിന്നെപ്പോലെ ഞാൻ IAS എഴുതി കളക്ടർ ആകൂടാന്ന് പറഞ്ഞു. നോക്കിക്കോ നീ. വണ്ടി ഓടിച്ച് പുള്ളി പോയി. എൻ്റെ ചെയറൊക്കെ എൻ്റെ ദേഹത്തായി. ഞാൻ എന്നിട്ട് സിവിൽ സർവീസിൽ നിന്ന് എഴുതി 2 തവണ മെയിൻ എഴുതി നോക്കി, നന്നായിട്ട് തോറ്റ്. ഇപ്പോഴും ആ ഓടിക്കൊണ്ടിരുന്ന കളക്ടറിൻ്റെ ജീവിതത്തിലേക്ക് കൂടെ ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് വേറൊരു കാര്യം. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ചിലപ്പോൾ എത്താൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ കളക്ടറാവാൻ ശ്രമിച്ചാൽ ബിൽ കളക്ടറെങ്കിലും ആവും പഞ്ചായത്തിൽ. അത്രയാകട്ടെ, നമുക്ക് നമ്മുടെ രത്നമല്ലേ അവിടെ ഏറ്റവും പ്രധാനം. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് ജീവിതം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ കിടക്കാം. നിങ്ങൾക്കെല്ലാം സിവിൽ സർവീസ് എഴുതാം. ഞാൻ ഈ 2 തവണ എഴുതി തോറ്റപ്പോഴാണ് എനിക്ക് മനസ്സിലായി തോറ്റവൻ്റെ കഥ എപ്പോഴും നമ്മൾ പരിഗണിക്കേണ്ട. ജയിക്കുന്നവനൊന്നും പറയില്ല, അവൻ പോയി ജയിച്ചെന്ന് മാത്രമേ ഉള്ളൂ. തോറ്റവൻ എന്തെല്ലാം ഈ തോറ്റു കഴിഞ്ഞതിൻ്റെ കാരണം തരുമെന്നറിയാമോ? എന്തുകൊണ്ട് തോറ്റു? ഞാൻ ആ ചോദ്യത്തിന് ഉത്തരം എഴുതിയില്ലേ, അതോ ഉത്തരം ചോദ്യമായി മാറിയ പല കാരണങ്ങൾ ഈ തോറ്റവൻ എഴുതും. അപ്പോൾ ഈ തോറ്റവൻ്റെ അനുഭവത്തിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നിങ്ങളിൽ കുറേ പേർക്ക് സിവിൽ സർവീസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഇത്ര എളുപ്പം ജോലി കിട്ടാൻ വേറെ വഴിയില്ല കേട്ടോ. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഈ സിവിൽ സർവീസ് പരീക്ഷ എഴുതിയാൽ ഏറ്റവും അവസാനത്തെ സംഭവം കിട്ടിയാലും 1 ലക്ഷം കിട്ടുമെന്നേ കയ്യിൽ, മറ്റവൻ ഗാന്ധിജി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രമിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എന്തെല്ലാം സാധ്യതകളുണ്ട്. നിങ്ങൾ ഈ ആയുർവേദ ഡോക്ടർ ആവണമെന്ന് തന്നെ തീരുമാനം. നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം, കേരളത്തിൽ ഇപ്പോൾ ഇരിക്കുന്ന പല IAS ഓഫീസേഴ്സിനെ കാണുമ്പോൾ ഞാൻ ആദ്യം ഇപ്പോൾ ചോദിക്കുന്നത് ഡോക്ടറാണോ എന്ന് ചോദിക്കുന്നത്.
കാര്യം ഡോക്ടർ അല്ലാത്തവരില്ല ഇപ്പോൾ, എല്ലാവരും ഡോക്ടേഴ്സാണ്. ദിവ്യ അയ്യര് മുതൽ എത്രയോ ആളുകൾ ഡോക്ടേഴ്സാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഫിസിക്സ്, കെമിസ്ട്രി, സയൻസ് സബ്ജക്റ്റ്, ഈ മെഡിസിൻ, ഈ സാധനം വെച്ച് IAS പരീക്ഷ എഴുതിയാൽ ഉറപ്പാ കളക്ടറാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ ശ്രമിക്കുക. അങ്ങനെ നമുക്ക് എന്തെല്ലാം സാധ്യതകളുണ്ട്. അപ്പോഴാണ് നമ്മൾ ഈ നശിപ്പിച്ച് കളയുന്നത്. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, ചെറിയ കുട്ടികൾ, അതായത് ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിൽ എപ്പോഴെങ്കിലും നിങ്ങൾ പോയിട്ട്, ഇവിടെ ഡി അഡിക്ഷൻ സെൻ്റർ ഉണ്ടോ? ആവശ്യം വന്നിട്ടില്ല, നന്നായി, സന്തോഷം. അപ്പോൾ ഡി അഡിക്ഷൻ സെൻ്ററുകൾ ഞങ്ങൾ യാത്രക്കിടയിലും ചിലയിടത്ത് സന്ദർശിച്ചു. അതായത് എന്തൊരു ലാവണ്യമുള്ള ചില ആളുകൾ ഈ MDMA ഒക്കെ കഴിച്ചവരെ കോലം കെട്ട് കാലൊക്കെ ഇങ്ങനെയായി, ഒരു ഫേസൊക്കെ അങ്ങ് ഒരു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ടോട്ടലി ഉള്ളതുപോലെ തോന്നും നമുക്ക്. മാത്രമല്ല കണ്ണൊക്കെ ഇങ്ങനെ തെള്ളി വരും. നമ്മൾ ഒരു നിരാലംബത എന്നൊക്കെ പറയുന്നൊരു സാധനം ആ കണ്ണുകളിൽ തന്നെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ കുറേ കാലം ഇങ്ങനെ കിടക്കും, ചത്തും ജീവിച്ചും കിടക്കും. ഒരു 7 കൊല്ലം കഴിയുമ്പോൾ അങ്ങ് തീരും. അപ്പോൾ നമുക്ക് ആകെ പ്രത്യാശയുടെ കിരണമെന്ന് തോന്നുന്നത്, ഈ അഡിക്ഷൻ ബാധിച്ച ഒരാൾ ഒരു പോലീസ് സ്റ്റേഷനിൽ ഹാജരായിട്ട് ഞാൻ ഇതൊക്കെ കഴിച്ചുപോയി, എനിക്കിത് വലിയ ലഹരിയാണ്, അതുകൊണ്ട് എന്നെ ഒന്ന് മോചിപ്പിച്ചെടുക്കുമെന്ന് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു. നിങ്ങൾക്കറിയാം, മാനസിക നിലതെറ്റിയ ഒരാൾ ഒരിക്കലും എന്നെ മനോരോഗാലയത്തിൽ കൊണ്ടുപോകണമെന്ന് പറയില്ല. കാര്യം അയാൾക്ക് അസുഖമുണ്ടെന്ന് അയാൾ വിശ്വസിക്കില്ല. ഈ വന്ന് പറയുന്നവനാ രോഗം എന്നേ പറയൂ. അപ്പോൾ ഇതുപോലെയാണ് ഒരുവൻ തിരിച്ചറിഞ്ഞ്, എനിക്കതൊരു അത്ഭുതമാണ്, എങ്ങനെയാണ് ഒരു ഇത്തരം നിലതെറ്റിയ ഒരാൾ, ഇത് ബാധിച്ച ഒരാൾ അതിൻ്റെ മൂർധന്യത്തിൽ നിൽക്കുമ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിൽ ഹാജരായി പറഞ്ഞു എന്നുള്ളത് മെഡിക്കൽ സയൻസിന് പോലും ചിലപ്പോൾ അതൊരു അത്ഭുതമായിരിക്കാം. എന്തായാലും അയാൾ അങ്ങനെ പറഞ്ഞു. കേരളത്തിൽ പല അത്ഭുതങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കിയപ്പോൾ കേരളത്തിലെ കുറച്ചധികം ആളുകൾ കർണാടകത്തിലേക്കും ബംഗളൂരു നഗരത്തിലേക്കൊക്കെ പോയിട്ട് അവിടെ നിന്ന് ഇങ്ങനെയുള്ള ലഹരി നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്ന് പണമുണ്ടാക്കാൻ വേണ്ടി മാത്രം ആർത്തി മൂത്ത് വട്ടായി എന്ന് നമ്മൾ പറയില്ലേ, അത്രയും വട്ടായ കുറേ മനുഷ്യർ നമ്മുടെ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ലഹരി മരുന്ന് വിതരണം ചെയ്യുകയാണ്. അവരുടെ ഏറ്റവും വലിയ അറ്റാക്ക് ക്യാച്ച് ദം യങ് കുട്ടികളിലാണ്. സ്കൂളുകളിലും സ്കൂൾ വരാന്തകളിൽ ഈ മിഠായിയിലൊക്കെ ലഹരി കലർത്തി ഒരു സാമ്പിൾ വെടിക്കെട്ടായി കൊടുത്ത് അവസാനം തൃശ്ശൂർ പൂരം പോലെയായി അവൻ്റെ ജീവിതം പാഴായി പോക്കുന്ന ഒരു പരിപാടിയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. നമ്മൾ കുറച്ച് താമസിച്ചു പോയി, നമ്മൾ അറിഞ്ഞില്ല. നമ്മുടെ കേരളത്തിലേക്ക് ഇത്ര കൂടുതൽ പ്രവാഹമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് വൈകി. ഞങ്ങൾ തന്നെ ഇതിൻ്റെ തീവ്രതയും ഇതിൻ്റെ ആഴവും മനസ്സിലാക്കുന്ന പോലും ഇപ്പോഴാണ്. ഞങ്ങൾ 24 മണിക്കൂറും വാർത്തകൾ സംപ്രേഷണം ചെയ്യുന്ന ഒരു വാർത്താമുറിയിൽ ഇത്ര കൂടുതൽ നമ്മുടെ ജീവിതം തൊലഞ്ഞു പോകുന്ന സ്ഥലമാണ്. എന്നിട്ട് പോലും ഇത്രയും കഠിനമായി കേരളത്തിൻ്റെ വഴികൾ മാറുന്നു എന്ന് നമുക്ക് മനസ്സിലായില്ല. നമ്മൾ ഇറങ്ങിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. നാം എന്തുകൊണ്ട് 40 കൊല്ലം എന്ന് ചോദിച്ചാൽ, ഞാൻ ഈ 40 വർഷമായെന്ന് കണക്കൂട്ടി ഇരിക്കുകയായിരുന്നു. ഞാൻ ആകാശവാണിയിലൊക്കെ കുറേ കാലം ജോലി ചെയ്തിട്ടുണ്ട്, ഒരു കോളേജിലൊക്കെ കുറച്ച് കാലം പഠിപ്പിച്ചു. അപ്പം ഞാൻ എത്ര കൊല്ലമായി ഞാൻ ഇതിനകത്തൊക്കെ ആയപ്പോൾ 40 കൊല്ലം, അയ്യോ 40 കൊല്ലമായോ എൻ്റെ അയ്യോ എന്ന് ഞാൻ തന്നെ നിലവിളിച്ച് ആലോചിക്കുമ്പോഴാണ് അതിൻ്റെ പിറ്റേന്നാണ് ഈ 14 കൊലപാതകങ്ങളുടെ വാർത്ത ഞാൻ വായിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഈ 40ഉം ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ മറ്റേ ആൾ ചോദിക്കില്ലേ, എന്തൊക്കെയാടേ നല്ല കാര്യങ്ങൾ ചെയ്തത്? ഉടനെ പറഞ്ഞാൽ ഞാൻ നല്ല ശമ്പളം വാങ്ങിച്ച് ജോലി ചെയ്ത്. അത് ആരും ചെയ്യുന്നില്ല, തലക്കൊരു അടി അടിക്കും. അപ്പോൾ അതല്ല, അതുകൊണ്ട് പറയാൻ വേണ്ടി ഒരു നല്ല കാര്യം എന്ന് വെച്ച് ശരിക്കും അത്രയും സീരിയസായിട്ട് തുടങ്ങിയതല്ല. പക്ഷേ ഒരു 3-4-5 ജില്ലകൾ കടക്കുമ്പോൾ ഞങ്ങൾ യഥാർത്ഥ 24 എന്ന് പറയുന്ന വാർത്താ ചാനൽ അതിൻ്റെ സംപ്രേഷണം ആരംഭിച്ചതുപോലും ഇത്തരം ഒരു മഹായത്നത്തിന് അണിചേരാൻ വേണ്ടിയാണ് എന്നൊരു തോന്നലാണ് ഞങ്ങളുടെ മനസ്സിൽ. കാരണം ഈ നാട്ടിലെ അവസാനത്തെ ലഹരി കച്ചവടക്കാരനും ഈ നാട്ടിലെ MDMA പോലുള്ള മാരക ലഹരി വിറ്റഴിച്ച് നമ്മുടെ കുരുന്നുകളുടെ ജീവിതം കുട്ടിച്ചോറാക്കുന്ന എല്ലാവരും ഈ നാട് വിട്ടുപോകുന്ന ഒരു പ്രഭാതം സ്വപ്നം കണ്ടാണ് ഇപ്പോൾ ഞങ്ങളുടെ യാത്ര. ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ കൂടെ ഒരു 10-60 പേരുണ്ട്, ഇപ്പോൾ ഒരു 55-60 പേരുണ്ട്. ഈ 55-60 ആളുകളും സാധാരണഗതിയിൽ ഒരു ചാനലിൽ ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല ചെയ്യുന്നത്. ഒരു സ്ഥലത്ത് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ അടുത്ത സ്ഥലത്തേക്ക് ഓടുകയാണ്. അവിടെ ചെന്നിട്ട് അവരെല്ലാം സെറ്റ് ചെയ്ത്, പലപ്പോഴും എൻ്റെ ധർമ്മപത്നി തന്നെ എൻ്റെ കൂടെ നടന്ന് തന്നെ ചീത്ത പറയുന്നുണ്ട്. കാര്യം എന്നറിയോ, നമ്മുടെ കൂടെ നടക്കുന്ന സ്റ്റാഫിനൊന്നും സമയത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ചായ കഴിക്കാൻ പറ്റുന്നില്ല. ഇതെന്തൊരു ഓട്ടമാണ്! ഈ ഓട്ടം എവിടെ ചെന്ന് നിലയ്ക്കും? കോഴിക്കോട് നിലയ്ക്കും. കോഴിക്കോട് കടപ്പുറത്താണ് നിലയ്ക്കാൻ പോകുന്നത്. പക്ഷേ നിങ്ങൾ ധൈര്യമായി വിശ്വസിച്ചോളൂ, ഈ പൂമുള്ളിയുടെ പേരിലുള്ള ഏറ്റവും മഹനീയമായ സ്ഥാപനത്തെ കൂടി ഞാൻ കോഴിക്കോട്ടേക്ക് ക്ഷണിക്കുകയാണ്. കോഴിക്കോട്ട് ഈ മാസം 20-ാം തീയതി നമ്മുടെ കോഴിക്കോട് നിങ്ങൾക്കറിയാം, കാപ്പാടെന്നൊക്കെ പറയുന്ന ചരിത്രം എഴുതിയ കടലാണ് അവിടെ ഉള്ളത്. കാപ്പാട് കടപ്പുറത്താണ് പോർച്ചുഗീസ് ഒരു ചേട്ടൻ വന്ന് ഇറങ്ങിയത്, അറിയാമല്ലോ, ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഈ ചേട്ടനെ പോലെ എത്രയോ ചേട്ടന്മാരവിടെ വന്ന് ഇറങ്ങി കാണും. ആ കടപ്പുറത്ത് അലറിയടിക്കുന്ന കടലിൻ്റെ അഗാധങ്ങളിൽ നിന്ന് ഉയരുന്ന ഒരു ആവേശം നിറഞ്ഞ ശബ്ദം പോലെ നമ്മൾ ഒരേ ശബ്ദത്തിൽ വിളിച്ചു പറയും, കേരളം എന്ന് പറയുന്ന ഈ പുണ്യം നിറഞ്ഞ നാട്ടിൽ ഒരു ലഹരിക്കാരനും വേണ്ട. അവസാനത്തെ രാസലഹരിക്കാരൻ കേരളം വിട്ടുപോകുന്നത് വരെ അന്തിമ പോരാട്ടത്തിൽ മലയാളി കടക്കും. ദിസ് ഇസ് എൻ അൾട്ടിമേറ്റ് വാർ. ദിസ് ഇസ് എൻ അൾട്ടിമേറ്റ് വാർ. അപ്പോൾ നിങ്ങളെല്ലാവരും ഞാൻ പറയുന്നത്,
ഈ കോളേജ് മാനേജ്മെൻറ്റ് ഭയങ്കരമായ ലാഭമൊന്നും കൊയ്യുന്ന സ്ഥാപനമല്ലെന്ന് എനിക്കറിയാം. പരാപരം എന്നാ പറഞ്ഞ് ബാലൻസ് ഷീറ്റ്. അപ്പോൾ അങ്ങനെ പോകുന്ന സ്ഥാപനമാണെങ്കിൽ പോലും 1-2 വണ്ടികൾ നിങ്ങൾ കോഴിക്കോടേക്ക് അയക്കുകയും നമ്മുടെ 1,00,000 ആളുകൾ, അതായത് കേരളമെന്ന് പറയുന്ന നാടിൻ്റെ മനുഷ്യത്വത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ അതിൻ്റെ കരുത്തെന്താണ്, ശക്തി എന്താണെന്ന് കർണാടക സംസ്ഥാനത്തിലിരുന്ന് ഈ നാട്ടിലേക്ക് ഈ ലഹരി ഒഴുക്കി വിടുന്ന ആ വൃത്തികെട്ടവന്മാർ അറിയണം. ആ നരാധമന്മാർക്ക് മനുഷ്യബോധമില്ല. മനുഷ്യൻ പിറവി എടുത്തിരിക്കുന്നതൊന്നും ലഹരി ഉപയോഗിക്കാനല്ല എന്നവനെ പഠിപ്പിക്കാനും ഒറ്റ ശബ്ദത്തിൽ ഒരേ ശ്വാസത്തിൽ ഒരേ ലഹരിയിൽ നമ്മൾ വിളിച്ചു പറയും ഈ നാടിന് MDMA മുഖം ചേരില്ല എന്ന്. അതുകൊണ്ട് അവസാന MDMA-കാരന് വണ്ടി കയറുന്നത് വരെ കേരളം വിശ്രമിക്കില്ലെന്ന് ഒറ്റ ശ്വാസത്തിൽ നമുക്ക് പറയണം. അതിൽ നിങ്ങൾ അണിചേരണം. ഒരുപക്ഷെ ചരിത്രത്തിൻ്റെ ഭാഗമാവുകയായിരിക്കും നിങ്ങൾ ഒരുപക്ഷെ ചെയ്യുക. ഇനി ഇങ്ങനെ ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനം ഇത്തരം ഒരു സംഭവമായി ഇറങ്ങുമോ എന്ന് എനിക്കറിയില്ല. കാരണം ഇത് ഒരു ചരിത്ര യാത്രയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. കേരളം മുഴുവൻ ഇളകുന്നുണ്ട്. നിങ്ങൾക്കറിയാം, 24 വാർത്താ ചാനൽ വഴി മാത്രമല്ല നമ്മൾ സംസാരിക്കുന്ന ആളുകളൊക്കെ തന്നെ കേരളം ചെന്നുപെട്ടിരിക്കുന്ന ദുസ്സഹമായ ജീവിത സാഹചര്യം അവരെ വല്ലാതെ നടുക്കുന്നുണ്ട്. അവരുടെ നെഞ്ചിൽ തീയാണ്. ആളെന്ന തീയിലാണ് ഇപ്പോൾ ഓരോ വീട്ടമ്മയും. നിങ്ങൾക്കറിയാമോ, ഒരു മകൻ വൈകുന്നേരം വീട് വിട്ടിറങ്ങിപ്പോയാൽ സംഘം ചേർന്നവൻ എന്തൊക്കെ ചെയ്യുന്ന ഭീതിയാണ് ഇന്ന് പെറ്റ തള്ളയ്ക്ക്. തിരിച്ച് വീട്ടിലേക്ക് കയറുമ്പോൾ അവൻ വാതിൽ ബെല്ലടിക്കുമ്പോൾ വാതിൽ തുറക്കാൻ അമ്മയ്ക്ക് ഭീതിയാണ്, പേടിയാണ്. കൊലക്കത്തിയുമായി വരുന്ന മകനെ അവർ സ്വപ്നം കാണുന്നു. ഒരു ദുസ്വപ്നം പോലെ അമ്മയെന്ന രീതിയിൽ കാണാത്ത ആളുകളുടെ എണ്ണം കേരളത്തിൽ കൂടി വരികയാണ്. അതുമാത്രമല്ല, വനിതാ അധ്യാപികമാർക്ക് ക്ലാസ് മുറികളിൽ സാരി ഉടുത്ത് പഠിപ്പിക്കാൻ പറ്റുന്നില്ല. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന കുട്ടികൾ വല്ലാത്ത വൃത്തികെട്ട കമൻറ്റുകൾ പറയുന്നു. ചുരിദാറിലേക്ക് അധ്യാപികമാർ മാറുന്നു. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കേട്ടുകഴിവില്ലാത്ത കാര്യമാണ്. നിങ്ങൾ അറിയണം, ഒരു അധ്യാപികയും ഒരു +2 പഠിക്കുന്നവനോ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയോ അധ്യാപികയോട് മോശമായി പെരുമാറിയ ഒരു ചരിത്രം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ കേരം തിങ്ങുന്ന നാട് മാത്രമല്ല കേരളം. കേരളത്തിൻ്റെ സംസ്കൃതി എന്ന് പറയുന്നത് നമുക്ക് പകരം വയ്ക്കാനില്ലാത്തൊരു പുണ്യ നാടിൻ്റെ പേരാണത്. കൊച്ചി നെടുമ്പാശ്ശേരി വിമാനം ഇറങ്ങുമ്പോൾ ഞാൻ വളരെ ആഹ്ലാദത്തോടെ ജനാലയിലൂടെ പുറത്ത് നോക്കാറുണ്ട്. തെങ്ങിൻ തലപ്പുകൾ ഇങ്ങനെ ആടി ഉലയുമ്പോൾ വരൂ എൻ്റെ നാട്ടിലേക്ക്, ഇത് ദൈവത്തിൻ്റെ സ്വന്തം മണ്ണാണെന്ന് തെങ്ങുകൾ നമ്മോട് വിളിച്ചു പറയുന്ന പോലെ തോന്നും. നമ്മൾ തെങ്ങുകൾ എപ്പോഴും ചോരയൊലിക്കുന്ന നെഞ്ചുമായി നിൽക്കുന്ന ചോരക്കളങ്ങളിൽ വെന്ത സഖാക്കളെ നിങ്ങളാണ് എൻ്റെ ചിന്തയിൽ പൊട്ടുന്നത് അഗ്നിശൈലങ്ങളാന്ന് പറഞ്ഞ് പാടിയ കവിയുണ്ട് കൊല്ലത്ത്, കുരിപ്പുഴ ശ്രീകുമാർ. എൻ്റെ ചിന്തയിൽ പൊട്ടുന്നതും ആ അഗ്നിശൈലം തന്നെയാണ് എന്ന് നിങ്ങൾ അറിയുക. തീർച്ചയായിട്ടും ഒരുപക്ഷെ നമുക്ക് അമ്മമാരുടെ ഭീതി അകറ്റണം. ഈ നാട്ടിൽ ഏറ്റവും ബഹുമാനിക്കപ്പെടേണ്ട പ്രസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അതിന് 2 അക്ഷരമേ മറുപടിയുള്ളൂ, അമ്മയാണ് എന്നുള്ളത്. ഞാൻ പണ്ടൊരു നമ്മൾ തമ്മിൽ ഏഷ്യാനെറ്റിൽ ചെയ്യുമ്പോൾ ONV കുറുപ്പസാറിൻ്റെ ഭാര്യ വേദിയിലുണ്ടായിരുന്നു ഒരു അതിഥിയായിട്ട്. അന്നൊക്കെ ഞാൻ എൻ്റെ ചോദ്യങ്ങൾ കുറച്ചുകൂടെ നിശ്ചിതമാക്കുകയും ചാട്ടുളി പോലെ കയറ്റണമെന്ന് നിർബന്ധം പിടിച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയും അതിനായിട്ട് വീട്ടിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നൊരു കാലമായിരുന്നു അത്. ഞാൻ അമ്മയോട് രൂക്ഷമായൊരു ചോദ്യം ചോദിച്ചപ്പോൾ ONV സാറിൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞൊരു വാചകം ജീവിതത്തിൽ ഞാൻ മറന്നുപോലെ, ഞാൻ അമ്മയാണ് എന്ന് പറഞ്ഞു. എനിക്ക് പിന്നെ ചോദിക്കാൻ പറ്റിയില്ല. ആ ചോദ്യമേ ഞാൻ മറന്നുപോയി. ചോദ്യത്തിൻ്റെ പകുതിയായപ്പോൾ അമ്മ കട്ട് ചെയ്ത് കയറിയിട്ട് പറഞ്ഞു ഞാൻ അമ്മയാണെന്ന് പറഞ്ഞു. ഒരമ്മയോട് ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യമാണ് മോനെ നീ ചോദിച്ചുകൊണ്ട് വരുന്നത് എന്ന് പറഞ്ഞു. ഒരമ്മയ്ക്ക് മാത്രമേ, കാരണം അത്ര ഉയരങ്ങളിൽ തലപ്പൊക്കമുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ പേരാണ് അമ്മ. ആ അമ്മ ഇന്ന് ഭീതിയിലാണ്, നിലവിളിയാണ് അമ്മയ്ക്ക്. വീട്ടിലെ കുട്ടികൾ, അമ്മമാർക്ക് പറ്റിപ്പോയൊരു അബദ്ധം, കുട്ടികൾ സ്കൂളിൽ നിന്ന് മടങ്ങി വരുമ്പോൾ അവരുടെ ചോറ്റുപാത്രം പരിശോധിച്ചില്ല, അവരുടെ ബാഗുകൾ പരിശോധിച്ചില്ല. ചെറിയ കുട്ടികൾക്ക് സ്കൂൾ വരാന്തയിൽ ഏതെല്ലാം ആൾക്കാരുമായി പരിചയം കാണും. വഴിക്കണ്ണുമായി കാത്തിരിക്കുന്നൊരു അമ്മയ്ക്ക് മനസ്സിൽ ഈ കുട്ടി സന്തോഷത്തോടെ മടങ്ങി വരുമെന്നുള്ളൊരു അവസരമായിരുന്നു നേരെ ഉണ്ടായിരുന്നു. ഇന്നതല്ല, എന്തും സംഭവിക്കാം. അതുകൊണ്ട് അമ്മമാരുടെ കണ്ണുനീരിന് അവസാനം ഉണ്ടാക്കണം. ഈ നാട്ടിലൊരു അമ്മയും സ്വന്തം മകൻ MDMA കഴിച്ച് ജീവിതം തകർത്തു എന്ന പേരിൽ ദുഃഖിക്കാൻ പാടില്ല. അമ്മമാരുടെ കണ്ണീര് വീണാൽ ഈ മണ്ണ് ചുട്ടുപൊള്ളിപ്പോകും. അതുകൊണ്ട് നമുക്ക് ഒന്നായി ഏപ്രിൽ 20 എന്ന് പറയുന്ന ഒരു ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് കോഴിക്കോട് കടപ്പുറത്ത് അടിച്ചു കയറുന്ന കടൽ തിരമാലകളെ സാക്ഷിയാക്കി വിളിച്ചു പറയണം, ഈ നാട്ടിൽ രാസലഹരിക്ക് പ്രസക്തിയില്ല. എല്ലാ MDMA-കാരും പണി അവസാനിപ്പിച്ചു പോകണം. കർണാടകത്തിലിരുന്ന് പരിഹാസച്ചിരിയോടെ ഇരിക്കുന്ന നരാധമന്മാരെ നോക്കി നമുക്ക് പറയണം, ഈ മണ്ണിൽ നിന്റെ കച്ചവടത്തിന് പ്രസക്തിയില്ല, ഇനി കേരളത്തിലേക്ക് വരരുത് എന്ന്. നമ്മുടെ കുട്ടികളെ നമുക്ക് അപ്രീതിയോടെ കാണാൻ പാടില്ല. അവർ ഒരു ചൂഷണത്തിൻ്റെ മുഖമായി അതിൽ മുഖമിടിച്ച് വീണു പോയവരാണ്. അവരെ നമുക്ക് ഡീഅഡിക്ഷൻ സെൻ്ററിൽ കൊണ്ടുപോകണം, ചികിത്സിക്കണം. കുറേ കാലമെടുക്കുമ്പോൾ അവരുടെ സ്വഭാവത്തിൽ മാറ്റം വരും. അവർ നമ്മുടെ മക്കളാണ്. അപ്പോൾ എനിക്ക്
ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഹാഷ്മി ബാക്കി കാര്യങ്ങൾ പറയും, സ്മിതയുണ്ട്. അപ്പോൾ ഹാഷ്മിയുടെ ഇൻട്രൊഡക്ഷനൊക്കെ നിങ്ങൾ കേട്ട് പരിചയമുള്ളവരല്ലേ? ഇവിടെ ഒരു ഇൻട്രൊഡക്ഷൻ ഹാഷ്മി നടത്തത്തില്ല. ഓക്കെ. അപ്പോൾ ഹാഷ്മിയുടെ ഒരു തലപ്പൊക്കവും പോലെ തന്നെയാണ് ഹാഷ്മിയുടെ സംസാരവും. ആ തലപ്പൊക്കം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും നമ്മളെ വണ്ടി പിടിച്ചു കൊടുത്ത് സാധാരണ രാഷ്ട്രീയ കക്ഷികളൊക്കെ ഈ ശക്തി പ്രകടനം നടത്തുന്ന പോലെ അല്ല ഈ പരിപാടി. സ്വന്തമായിട്ട് അവിടെ വന്ന കാര്യം ഇത് നമ്മുടെ നാടിൻ്റെ പ്രശ്നമാണ്. നിങ്ങൾ കുറച്ച് സമയം ഭക്ഷണം കഴിക്കാതിരുന്നു, കുറച്ച് യാത്ര ചെയ്തു, നിങ്ങളൊരു വാഹനം പിടിച്ച് കുറച്ച് പൈസ ചിലവായി. ഇതൊന്നുമല്ല, നമുക്ക് നേടാനുള്ളത് ഒരു വലിയ സ്വർഗമാണ്, വലിയൊരു പ്രഭാതമാണ്. എനിക്ക് എൻ്റെ വാർത്താമുറിയിൽ ഇരിക്കുമ്പോൾ ഞാൻ കേൾക്കേണ്ട വാർത്ത, കേരളത്തിലിപ്പോൾ MDM എന്നൊരു സാധനം കേൾക്കാൻ പോലും ഇല്ല, കാണാനില്ല. ഇതെല്ലാം പോയി, ആളുകളെല്ലാം സന്തോഷമായിട്ട് ജീവിക്കുന്നു. അത് കഴിഞ്ഞിട്ട് വേണം നമുക്കൊരു കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ. അപ്പോൾ എന്ത് തീരുമാനം നിങ്ങൾ ചോദിച്ചാൽ ഞാനത് ബിസിനസ് രഹസ്യമാണ്, പറയത്തില്ല. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ ഈ സ്ഥാപനത്തിൽ വരാൻ കഴിഞ്ഞത് വളരെ സന്തോഷമായിട്ട് ഞാൻ കാണുന്നു. ഈ സ്ഥാപനത്തിൽ കുറച്ചുകൂടി ഉയരങ്ങളിലേക്ക് ഈ സ്ഥാപനം പോകട്ടെ എന്ന് ഡയറക്ടർ സാറിനെ സാക്ഷിയാക്കി ഞാൻ ആശംസിക്കുന്നു. ഇനി ഞാൻ മൈക്ക് ഹാഷ്മി താജ് ഇബ്രാഹിമിന് കൈമാറുന്നു. പ്രിയപ്പെട്ടവരെ, വാർത്താനുഭവത്തിൻ്റെയും യാത്രാനുഭവത്തിൻ്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ SKN വളരെ വിശദമായി പതിരില്ലാത്ത വാക്കുകൾ പറഞ്ഞു. അപ്പോൾ ആ വാക്കുകൾക്ക് മുന്നിൽ ഒരുപാടൊന്നും ഞാൻ ഇനി ഒരുപാട് കാര്യങ്ങളൊന്നും പറയുന്നില്ല. പക്ഷേ നമ്മൾ കഴിഞ്ഞ മാസം 6-ാം തീയതി തിരുവനന്തപുരത്ത് തുടങ്ങിയ യാത്രയാണ്. ആ യാത്ര ഏതെങ്കിലും സിനിമാ താരങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ അത് ഉദ്ഘാടനം ചെയ്ത ആരാണ്? ഉദ്ഘാടനം ചെയ്ത 100 അമ്മമാരാണ്. അമ്മമാർ ഹൃദയത്തിൽ തീക്കനൽ പേറിയ കുറേ അധികം അമ്മമാരാണ്. മകനെ നഷ്ടപ്പെട്ട അമ്മമാർ, ഈ പറയുന്ന ലഹരി മാഫിയയുടെ ഇരകളായ മക്കളുള്ള അമ്മമാർ, ഹൃദയത്തിൽ കുറെ വേദനയുള്ള അമ്മമാർ. അങ്ങനെ ദീപശിഖ കൊളുത്തി ഞങ്ങളെ അനുഗ്രഹിച്ച് ഈ ദീപം നാടിൻ്റെ എല്ലാ മുക്കിലും മൂലയിലേക്കും എത്തിക്കൂ എന്ന് പറഞ്ഞ് യാത്ര അയച്ചതാണ്. ഇന്നിപ്പോൾ 8 ജില്ലകൾ പൂർത്തിയാക്കി നമ്മൾ നിൽക്കുന്ന 9ാമത്തെ ജില്ലയിലാണ്. ഈ യാത്രയിലുടനീളം നമ്മുടെ ഉള്ളിൽ കേൾക്കുന്ന വാർത്തകൾ, കാണുന്ന കാഴ്ചകളൊക്കെ സങ്കടത്തിൻ്റെ വേദനയുടെയും കാഴ്ചകൾ മാത്രമാണെങ്കിൽ ഇന്നലെയും ഇന്നുമായി പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും ഒരു പ്രതീക്ഷയുടെ വിത്തുപൊട്ട് കാണും, മുളപൊട്ട് കാണും. ഇപ്പോൾ അല്പസമയം മുൻപ് ഈ കോളേജിലെ കുട്ടികൾ ഒരു സ്കിറ്റ് അവതരിപ്പിച്ചു. ആ സ്കിറ്റ് നമ്മൾ ഒരുപാട് സ്കിറ്റ് ഈ ദിവസങ്ങൾ കാണുന്നുണ്ട്. ആ സ്കിറ്റുകളിലൊക്കെ നമ്മൾ കാണുന്നത് എന്താണ്? ആ സ്കിറ്റുകളിലൊക്കെ ഈ പറയുന്ന ലഹരി നശിപ്പിച്ച് നാറാണക്കല്ലാക്കി, പണ്ടാരവടക്കി, ഒരു കുടുംബത്തെ ഇല്ലാതാക്കി, അച്ഛനും അമ്മയും കരഞ്ഞു നിൽക്കുന്നിടത്താണ് സ്കിറ്റ് തീരുന്നതെങ്കിൽ ഇവിടെ നമ്മൾ കണ്ട സ്കിറ്റിൽ അതിൽ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോകുന്നുണ്ട്. ഇവിടെ പ്രപഞ്ചം അല്ലേ ഗംഭീരം. അപ്പോൾ ഇവിടെ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ പോരാളിയായ അമ്മയും അച്ഛനും ഒരു വൈദ്യനൊക്കെ ചേർന്ന് ഈ ലഹരി മാഫിയെ തുരത്തി ആ മകളെ രക്ഷിച്ചെടുത്ത് ആ മകൾ പിന്നെയും ഒരു റീബർത്ത് പോലെ നമുക്ക് മുന്നിൽ നിൽക്കുന്നുണ്ട്. അത് ഭയങ്കര എന്തൊരു പ്രതീക്ഷ നൽകുന്ന ഒരു ക്ലൈമാക്സ് ആണെന്നറിയോ? ഭയങ്കര സന്തോഷം നൽകി. പ്രിയപ്പെട്ടവരെ, ഇന്നലെ എങ്കക്കാട് എന്നൊരു സ്ഥലത്തായിരുന്നു നമ്മുടെ സമാപനം. അവിടെ ഒരു 23-24 വയസ്സുള്ള ഒരു യുവാവ്, ഒരു ഗ്രാമമാണ്, അങ്ങേയറ്റം ഗ്രാമമാണ്. ആ ഗ്രാമത്തിൽ ആ യുവാവ് നമുക്ക് ആശംസ അർപ്പിച്ച് ആർജവത്തോടെ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ, എൻ്റെ ഗ്രാമത്തിൽ ഒരൊറ്റയാൾ പോലും ലഹരി ഉപയോഗിക്കുന്ന കുട്ടി ഉണ്ടായി എന്ന വാർത്ത നിങ്ങൾ 24-ൽ വരില്ല, അത് ഞാൻ വാക്കാണ് എന്ന ആർജവത്തോടെ സ്ഥൈര്യത്തോടെ പറഞ്ഞത് കേട്ട് ഭയങ്കര രോമമൊക്കെ പൊങ്ങി. കാര്യം അവർ നാട്ടുകൂട്ടം എന്ന് പറഞ്ഞ സംവിധാനം ഉണ്ടാക്കി. ഈ രാജ്യത്തിന്റെ അതിരിൽ ഒരു ജവാൻ കാവൽ നിൽക്കുന്ന പോലെ ഈ ഗ്രാമത്തിന് ഞങ്ങളുടെ നാട്ടിലെ ചെറുപ്പക്കാർ, യുവാക്കൾ കാവൽ നിൽക്കും എന്നുറക്കെ പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനവും തന്ന സന്തോഷം ചെറുതല്ല. അതോടൊപ്പം വാർത്തയിലേക്ക് നോക്കിയാൽ മെനിഞ്ഞാന്നാണ് താനൂര് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു യുവാവ്, ഒരു ചെറുപ്പക്കാരൻ കടന്നു ചെല്ലുന്നു. പോലീസുകാരൻ ചോദിച്ചു, എന്താ പ്രശ്നം? പോലീസുകാരനോട് അവൻ പറയുന്നു, സാർ, ഞാൻ MDMAക്ക് അടിമയാണ്, അഡിക്റ്റാണ്. ഈ ലഹരി ഉപയോഗം എൻ്റെ ജീവിതത്തെ ഇല്ലാതാക്കി, നശിപ്പിച്ചു. എൻ്റെ അച്ഛനും അമ്മയുമായിട്ടുള്ള അച്ഛൻ്റെ അമ്മയുടെയും തോരാത്ത കണ്ണുനീർ കണ്ട് ഞാൻ മടുത്തു. എൻ്റെ വിദ്യാഭ്യാസം തകർത്തു, എൻ്റെ സൗഹൃദങ്ങളെ തകർത്തു, എൻ്റെ ശരീരത്തെ തകർത്തു, എൻ്റെ കണ്ണുകൾ കുഴിഞ്ഞു, എനിക്ക് വയ്യ, എനിക്ക് രക്ഷപ്പെടണം, ഈ മുടിഞ്ഞ വിപത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെട്ടേ മതിയാകൂ എന്നവൻ ആ പോലീസുകാരനോട് പറയുകയും ആ പോലീസുകാരൻ അവനെ അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റുകയും എന്ന് പറഞ്ഞാൽ അതൊരു തിരിച്ചറിവ്, അതൊരു റെവലേഷൻ ആണല്ലോ. ഞാൻ ഇങ്ങനെ മുന്നോട്ടേക്ക് പോയാൽ പിന്നെയും നശിച്ചു പോകും. ആ റെവലേഷൻ അത് ആദ്യമായി കേൾക്കുന്ന ഒന്നാണ്. അത് നമ്മുടെ ഈ യാത്രയുടെ അടക്കം നടത്തുന്ന അശ്രാന്ത പരിശ്രമങ്ങളുടെ എളിയ പോസിറ്റീവ് റിസൾട്ടാണ് എന്ന് നമ്മൾ കരുതുകയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ അങ്ങ് നിരാശപ്പെടേണ്ട സമയമായിട്ടില്ല. ഈ പറയുന്ന വല്ലാത്ത അവസ്ഥയാണെങ്കിൽ കൂടിയും എന്ന് പറയുമ്പോൾ പോലും ഇതൊക്കെ ഒരു വലിയ കൂരിരുട്ടിലെ പ്രത്യാശയോടെ നേരിയ മിന്നാമിന്നി ഒരു വെളിച്ചം മാത്രമാണ്. നമ്മൾ ഇപ്പോഴും ഇന്നും പിടിച്ചു ഒരുപാട് ലഹരി, ഇന്നലെയും പിടിക്കുന്നു, മിനിഞ്ഞാന്നും പിടിക്കുന്നു. വായിച്ചാലും തീരാത്ത പുസ്തകം എന്ന് പ്രകൃതിയെ പറയുന്നത് പോലെ പിടിച്ചാലും തീരാത്ത MDMA എന്ന് പറയുമ്പോൾ അത്രത്തോളം ഒഴുക്കാണ്. നമ്മുടെ എൻഫോഴ്സ്മെന്റ് വളരെ ശക്തമായി തന്നെ മുന്നോട്ടേക്ക് നീങ്ങുന്നുണ്ട്. നിങ്ങൾക്കറിയാം MDMA എന്താണെന്ന് നിങ്ങൾക്കറിയാം. മെത്തിലീൻ ഡയോക്സി മെത്താംഫിറ്റമിൻ എന്ന് പറയുന്ന മാരക രാസലഹരി 1912
ആൻഡൺ കോളിഷ് എന്ന് പറഞ്ഞ ജർമ്മൻ കെമിസ്റ്റ് അത് കണ്ടുപിടിക്കുന്നത് എന്തിനാണ്? ആന്റി ഹെമറേജ് ഏജന്റായി രക്തം ഓട്ടം നിലയ്ക്കാൻ അല്ലെങ്കിൽ അതിന് അറുതി വരുത്താൻ കണ്ടുപിടിക്കുന്ന ഒരു മരുന്നാണ്. അതിന് 1912 തൊട്ട് 2025 എത്തുമ്പോഴേക്കും കേരളത്തിന്റെ ഗ്രാമത്തിന്റെ മുക്കുമൂലകളിൽ മാടക്കാടയിൽ എവിടെ വേണമെങ്കിൽ കിട്ടാൻ പറ്റുന്ന രീതിയിലായെങ്കിൽ അത് നമ്മുടെ നാടിന്റെ സ്വാസ്ഥ്യം കെടുത്തുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കുട്ടികളുടെ കയ്യിൽ കത്തിയെടുത്തു കൊടുത്ത് അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും സഹോദരിയുടെയും സഹോദരൻ്റെയും അറക്കാൻ കൈവിറയ്ക്കാത്ത മട്ടിൽ അവരെ നരാധമന്മാരാക്കുന്നുണ്ടെങ്കിൽ, അവരെ മൃഗങ്ങളാക്കുന്നുണ്ടെങ്കിൽ, മൃഗങ്ങൾ എന്ന് പറയണ്ട, മൃഗങ്ങൾ അങ്ങനെ ചെയ്യില്ലല്ലോ, അത്രത്തോളം ക്രൂരന്മാരാക്കുന്നുണ്ടെങ്കിൽ നമുക്കിനി നോക്കി നിൽക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവിൽ തന്നെയാണ് ഉറപ്പായും SKN എന്ന ഒരു മാധ്യമപ്രവർത്തകൻ, അദ്ദേഹത്തിന് 40 വർഷത്തെ മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതൊരു പാത്ത് ബ്രേക്കിംഗ് ആയിരുന്നു. അത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി മലയാള മാധ്യമ ചരിത്രത്തെ മാറ്റിമറിച്ച 40 വർഷങ്ങളാണ്. ആ 40 വർഷങ്ങൾ നമുക്ക് പടക്കം പൊട്ടിച്ച് ആഘോഷിക്കാനുള്ള, പക്ഷെ നമ്മൾ ആഘോഷം മാറ്റിവെച്ച് ഈ സന്ദേശമായി ഇറങ്ങിയത് ഈ നാടിനെ കാക്കാൻ ഇത്തരത്തിലൊരു ഇറക്കം വേണം എന്ന് ഉറപ്പിച്ചതുകൊണ്ടാണ്. അപ്പോൾ അത് 9 ജില്ലകൾ നമ്മുടെ ബാക്കി ജില്ലകൾ പൂർത്തിയാക്കും. നേരത്തെ SKN പറഞ്ഞതുപോലെ കോഴിക്കോട് കടപ്പുറത്ത് ആ വലിയ ആർത്തിരമ്പുന്ന കടൽത്തരകളെ സാക്ഷ്യത്തിൽ നമ്മൾ സമാപിക്കും. അത് കേവലം ഒരു സമാപനമാവില്ല. ആ കടൽ എന്താണ്, ആ കടപ്പുറത്തേക്ക് ഒഴുകിയെത്തുന്ന ലക്ഷങ്ങൾ ആർത്തിരമ്പുന്ന കടൽത്തരകളെ സാക്ഷ്യത്തിൽ നമ്മൾ പറയും MDMA എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഒരു ബ്രിട്ടീഷ് സാമ്രാജ്യമുണ്ട്, സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യമാണ്. അതിനോട് കടക്ക് പുറത്ത് എന്ന് അലറിയ പോരാടിയ പിന്മുറക്കാരുടെ പിന്മുറയാ ഞങ്ങളുടെ നാട്ടിൽ ഈ പറഞ്ഞ ഒരു മാഫിയയും ഇനി വാഴാൻ ഞങ്ങൾ അനുവദിക്കില്ല. പണ്ട് കവി എഴുതുന്നുണ്ട്, എൻ്റെ ചുടലപ്പറമ്പിനെ തുടതുള്ളും ഈ സ്വാർത്ഥ സിംഹാസനങ്ങളെ കടലെടുക്കും എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ ഈ സ്വാർത്ഥ സിംഹാസനങ്ങൾ ഞങ്ങൾ ഈ കടലിൽ തള്ളുന്നു. നിങ്ങൾക്കിനി ഈ നാട്ടിൽ വേരുകളില്ല, നിങ്ങൾ ഈ നാട്ടിൽ പോ, നിങ്ങൾക്ക് നേരുന്നു നിത്യനാശം എന്ന് നമ്മൾ പറയാൻ പോകുന്നു ആ കടപ്പുറത്ത് നിന്ന്. അപ്പോൾ എന്താണ് അവിടെ ഉയരുന്ന വലിയ ശബ്ദങ്ങളിൽ നിങ്ങളുടെ ഈ മുഖങ്ങൾ കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷയിൽ നിർത്തുകയാണ്. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. എല്ലാവർക്കും നമസ്കാരം. അപ്പൊ SKന്റെ ഒരു സാഗര ഗർജനം കേട്ടു അല്ലെ, കടലിരമ്പം പോലെ വാക്കുകൾ കേട്ടു. അത് കഴിഞ്ഞ് ഹാഷ്മി വന്ന് ഇടിമുഴങ്ങുന്ന ശബ്ദത്തിലായിരുന്നു അല്ലെ. അപ്പൊ അവിടെ ഞാൻ എന്താ പറയേണ്ടതെന്ന് ഞാൻ ആലോചിക്കായിരുന്നു. മയക്കുമരുന്നിനെ കുറിച്ചാണ് പറഞ്ഞു വരുമ്പോൾ ഒരു ഡോക്ടർ, ഒരു സൈക്യാട്രിസ്റ്റ് എന്നോട് പറഞ്ഞു, ഒരു പയ്യൻ വന്ന് നിന്നു, അവന് 14 വയസ്സാണ് പ്രായം, അവൻ ലഹരിക്കടിമയാണ്, അവൻ്റെ വീട്ടുകാരവനെ നിർബന്ധിച്ച് കൊണ്ടുവന്നതാണ്. അപ്പം ഇവന് ഈ ലഹരിക്കടിമയാണ് എന്നുള്ളത് ഒരു വശത്ത്, എല്ലാവരും അവനെ അപമാനിക്കുന്നു, അവനെ അവഗണിക്കുന്നു, ഒറ്റപ്പെടലാണ്, ലോകം മുഴുവനും അവനെതിരാണ് എന്നുള്ളൊരു ചിന്തയാണ്. അതുമാത്രമല്ല, അവൻ അവൻ്റെ പെങ്ങളോട് അമ്മയോടൊക്കെ മോശമായി പെരുമാറിയിട്ടുണ്ട്. അമ്മയാരാണ് പെങ്ങളാരാണ് എന്ന അവസ്ഥ അതറിയുന്നില്ല അവൻ. അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഡോക്ടർ എന്നോട് പറയാണ്, പണ്ട് അർജുന വിഷാദ യോഗത്തിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അർജുനനെ നമ്മളിങ്ങനെ കാണും, നമ്മുടെ മുന്നിൽ എല്ലാവരും ബന്ധുക്കളാണ്, സഹോദരങ്ങളാണ്, ഏറ്റവും സ്നേഹമുള്ള മിത്രങ്ങളാണ്, ഗുരുക്കന്മാരാണ്. അവരിങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ എങ്ങനെ അവർക്കെതിരെ ആയുധമെടുക്കുമെന്ന് കരുതി അർജുന വിഷാദ യോഗത്തിൽ അർജുനന്റെ ആ ഒരു അവസ്ഥ പറയുന്നുണ്ട്. സിദന്തി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യതി വേഭതുശ്ച ശരീരേമേ രോമഹർഷശ്ച ജായതേ. എൻ്റെ ശരീരം മുഴുവനും വല്ലാതെ വിയർക്കുന്നു ഞാൻ, എൻ്റെ മുഖമൊക്കെ വല്ലാതെ വലിഞ്ഞു മുറുകുന്നു, എൻ്റെ തൊണ്ടയിടറുന്നു, ഞാൻ എന്ത് ചെയ്യണം, ഞാനിപ്പോൾ വീണു പോകും ഭഗവാനെ എന്ന് ശ്രീകൃഷ്ണനോട് പറയാണ്. ആ അവസ്ഥയിലാണ് അവൻ നിന്നിരുന്നതെന്ന്. ഇതിനേക്കാൾ മനോഹരമായ ഒരു ഡോക്ടർക്ക് അവൻ്റെ അവസ്ഥ എങ്ങനെ പറയാൻ കഴിയും അല്ലേ? പക്ഷെ ആ ഡോക്ടർ പറഞ്ഞ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഒരു 1-1.5 മാസത്തെ ഡി അഡിക്ഷൻ സെൻറ്ററിലെ അവരുടെ ചികിത്സ എന്ന് പോലും അവരതിന് പറയുന്നില്ല. സ്നേഹവും പിന്തുണയും സപ്പോർട്ടും കുടുംബത്തിലുള്ളവരുടെയും അവൻ്റെ സുഹൃത്തുക്കളുടെയും ഒക്കെ ആ ഒരു പിന്തുണ കൊണ്ട് അവൻ അതിൽ നിന്ന് പുറത്തു കടന്നു. അവൻ ഇപ്പോൾ ഇന്ന് നമ്മുടെ കുട്ടികൾ കാണിച്ചതുപോലെ തന്നെ വളരെ പോസിറ്റീവായിട്ട് അവനറിയാവുന്ന എല്ലാ മയക്കുമരുന്ന് വ്യാപാരികളുടെയും വിവരങ്ങൾ പോലീസിന് കൊടുക്കുന്നു. അങ്ങനെ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്. അപ്പം നമുക്ക് ആ രീതിയിൽ തന്നെ വേണം ചിന്തിക്കാൻ. നമ്മുടെ ഈ യാത്ര കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നിങ്ങളിത് കേട്ടിരിക്കുന്നത്. അത് തന്നെയാണ്, ഇത്രയും റോ ആണ് നമ്മളല്ലേ, ഇത്ര റോ ആയിട്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് എല്ലാം എന്ത് കടത്തിവിട്ടാലും അത് അവിടെ നല്ല ഭംഗിയിൽ പതിയും. നിങ്ങളാണ് ഇനി ഇതിൻ്റെ സന്ദേശവാഹകരാകേണ്ടത്. നിങ്ങളുടെ അത്രയും ക്ലാരിറ്റി മറ്റാർക്കുണ്ടാകും. അപ്പം എനിക്ക് നിങ്ങളിൽ വിശ്വാസമുണ്ട്, പ്രതീക്ഷയുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ 20-ാം തീയതി കോഴിക്കോട് കടപ്പുറത്ത് നിങ്ങളെല്ലാവരും പറ്റുകയാണെങ്കിൽ വരണം. കാരണം അതിൽ നമ്മളെല്ലാവരും ഒന്നിച്ച് നിൽക്കുമ്പോഴാണ് ആ ശബ്ദം ഉറച്ച ശബ്ദമായി മാറുക. നിങ്ങൾ പുതുതലമുറയിലുള്ള ആ പ്രതീക്ഷ അത് കൈവിടാതെ സൂക്ഷിക്കാൻ എൻ്റെ ഒപ്പം നിൽക്കണം, നമുക്കൊപ്പം നിൽക്കണം, നമ്മൾ ഒരുമിച്ച് പോകണം.
ഏറ്റവും വലിയൊരു സന്തോഷം ചെറുതുരുത്തിയിലാണ് നിങ്ങളുള്ളതെന്നാണ്. നമ്മുടെ വള്ളത്തോളിൻ്റെ കലാമണ്ഡലം, പഴയ കലാമണ്ഡലം തൊട്ടപ്പുറത്ത് കണ്ടു. അതിൻ്റെ സന്തോഷമുണ്ട്. എനിക്ക് കവിതകളെ ഇഷ്ടമുള്ള ആളാണ്. എപ്പോഴും കവിത ചൊല്ലുന്നു എന്ന് എല്ലാവരും എന്നെ കളിയാക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേൽ അമ്മിഞ്ഞപ്പാലോടൊപ്പം അമ്മ എന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി അമ്മ. ആയുർവേദം അതുപോലെ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ ഈ ജീവിത രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ തന്നെ ഈ അക്രമത്തിനും ലഹരിയിലേക്കും ഒക്കെ കടക്കാൻ പുതുതലമുറയ്ക്ക് ഒരു കാരണമാകുന്നുണ്ട്. പക്ഷെ നമ്മൾ നമ്മുടെ ജീവിതശൈലി നമ്മുടെ പഴയ കാലത്തേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരുന്നാൽ, അതിൻ്റെ നന്മ അത് മുറുകെ പിടിച്ചുകൊണ്ടിരുന്നാൽ ഒരു പക്ഷേ ഈ വലിയ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് പുറത്തു കടക്കാൻ കഴിയും. അപ്പോൾ എല്ലാവർക്കും ആ ഒരു പ്രതീക്ഷയിൽ ശുഭാശംസകൾ നേരുന്നു. താങ്ക് യു. നന്ദി, സ്നേഹം. വളരെ നന്ദി, വളരെ നന്ദി. നമ്മുടെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൊണ്ട് വലിയൊരു വിസ്മയം തീർത്ത്, ഒരുപക്ഷെ അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന പോലെ ഒരു അധ്യാപകനായോ അതുപോലെ തന്നെ അദ്ദേഹം യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളിൽ വലിയ പ്രസംഗത്തിൽ വലിയ സമ്മാനങ്ങൾ നേടിയിട്ടുള്ള വ്യക്തിയാണെന്നതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ വാക്തോരണി കൊണ്ട് വളരെ പ്രകമ്പനം സൃഷ്ടിച്ച അദ്ദേഹത്തിനെ ആദരിക്കാനും കൂടിയുള്ള ഒരു ചടങ്ങ് കൂടിയാണ് ഇവിടെ. ഒരു കാര്യം കൂടെ പറയുന്നു, ആർത്തിരമ്പുന്ന കടലിനെ സാക്ഷി നിർത്തി കോഴിക്കോട് നടത്തുന്ന ആ പരിപാടിയിൽ മറ്റൊരു കടലായി ഈ ഒരു പരിപാടി മാറട്ടെ. അതിലേക്കുള്ള ഏതാനും ചില തുള്ളികളായിട്ട് ഞങ്ങളും ഇതിനകത്ത് ഉണ്ടാകും എന്നുള്ള കാര്യം കൂടി ഇവിടെ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. PNNM ആയുർവേദ മെഡിക്കൽ കോളേജിൻ്റെ ആദരം അർപ്പിക്കുവാനായിട്ട് ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡയറക്ടർ സന്ധ്യ മണ്ണത്ത് അവർകളെയും പ്രിൻസിപ്പൽ ഡോക്ടർ ജിജി മാത്യു സാറിനെയും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ആദരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ശ്രീ SKN, അതുപോലെ അദ്ദേഹത്തിൻ്റെ പത്നി ശ്രീ ഹാഷ്മി, ശ്രീ സ്മിത എന്നിവരെയും ക്ഷണിച്ചുകൊള്ളുന്നു. അല്ല, എനിക്കിവിടെ തോന്നിയത് ഞാൻ നിങ്ങളെ ഒന്ന് സ്വീകരിച്ചാലോ എന്നാ. നമ്മുടെ ഓരോ സംഭവങ്ങളില്ലേ, പിന്നെ ഒന്ന് സ്വീകരിക്കാൻ അത് ആദ്യമായിരിക്കും അല്ലേ ഹാഷ്മി? എന്തിനൊരു ചേഞ്ച് വേണ്ടേ? അതെ അതെ. പെർഫോം ചെയ്ത കുട്ടികളെ വരൂ. അഡിക്റ്റായ കുട്ടി പിന്നീട് അഡിക്ഷനിൽ നിന്ന് മാറിയ കുട്ടി വരൂ. മോള് വരൂ. മോളുടെ പേരെന്താ? മോള് ഭയങ്കര അഭിനയമായിരുന്നു. എനിക്കാദ്യം സംശയം തോന്നി എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്ന്. ജീവിക്കുകയായിരുന്നു. മോളുടെ വീട് എവിടെയാ? തൃശ്ശൂർ എവിടെ? എന്തൊരു തൃശ്ശൂരല്ലേ. അപ്പൊ ഇത് ഹായ്. അവരെല്ലാരും കഴിഞ്ഞോ? ഇല്ല. പങ്കെടുത്ത എല്ലാരും കഴിഞ്ഞോ? ഇല്ലല്ലോ. പാടിയൊരു ലീഡ് സിംഗേഴ്സ് എവിടെ? ലീഡ് സിംഗേഴ്സ് വരൂ. ലീഡ് സിംഗേഴ്സ് ആരൊക്കെയാ? ലീഡ് സിംഗേഴ്സ് നിങ്ങളെ ഒരു തൊപ്പി വെച്ച് നമ്മൾ ആദരിക്കുന്നു. ചിലപ്പോൾ ഭാവിയിൽ ലതാ മങ്കേഷ്കർ ആവും.
നമ്മുടെ ലോക സമ്പദ് വ്യവസ്ഥയിൽ ഞെട്ടലുണ്ടാക്കാൻ പോകുന്നൊരു കാര്യം ഇനി പറയാൻ പോകുന്നത്. നമ്മൾ ഒരു 500 കോടി രൂപ മോഹവിലയുള്ള ഒരു സാധനം നമ്മൾ ഡയറക്ടർ കൊടുക്കാൻ പോവാ. ഇതിൻ്റെ മോഹവില 500 കോടിയും യഥാർത്ഥ വില 300 രൂപയും 350 രൂപ. അപ്പം മതിപ്പ് വില 350 രൂപ, മോഹവില 500 കോടി രൂപ. അപ്പം അതിൽ നിന്ന് 500 കോടിയിൽ നിന്ന് പൈസ എടുത്ത് കോഴിക്കോട് വരിക. പ്രിൻസിപ്പൽ മോഹവിലയ്ക്ക് കുറവില്ല. ഓക്കെ, നിങ്ങൾ ഭാഗ്യവാനാ, ഇത്രയും വലിയ മോഹവില ജീവിതത്തിൽ കിട്ടി കാണുന്നില്ല. വരൂ. ആയ് നീ ആരാ? വരൂ. വീട്ടിൽ വെക്കാൻ കൊള്ളാം. 500 കോടി മോഹവില എന്ന് എഴുതി വീട്ടിൽ വെക്കാൻ കൊള്ളാം അല്ലേ? ഓക്കെ, ഇനി നമ്മുടെ ലേക്ക് ഷോർക്കാർക്ക് ഒരു മോഹവില കൊടുത്താലോ? പോയി കളഞ്ഞോ? ഭാഗ്യദോഷികൾ ഇല്ലെങ്കിൽ റെഡി. ധന്വന്തിരിയാണ്. ചേച്ചിയുടെ പേര്? അപ്പൊ ഈ മിനി ചേച്ചിയാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിച്ചത്. നമ്മുടെ ആധുനിക ഇന്ത്യൻ ചരിത്രം എഴുതുമ്പോൾ തങ്ക ലിപികളിൽ ഈ ചേച്ചിയുടെ പേര് എഴുതി ചേർക്കും. ഞങ്ങളുടെ ഒരു അയ്യോ ഓക്കെ ഓക്കെ അത് നന്നായി. എന്തായാലും സഹനശക്തിക്കുള്ള പുരസ്കാരം കൊടുക്കുന്നത്. ഇത്രയും വർഷക്കാലം നമ്മുടെ SKന്റെ കൂടെ നിഴലായി നിൽക്കുന്നതിന് മാഡത്തിനെ ഞങ്ങൾ ഒന്ന് ആദരിക്കുന്നു. ഞങ്ങളുടെ എല്ലാവിധ സ്നേഹാദരവും. ഡയറക്ടർ സാർ അറിയേണ്ട ഒരു കാര്യം എന്തറിയോ? ആഷ്മയുടെ ഭാര്യ വീട്ടിലിരുന്നങ്ങാണ് ഇത് കാണുവാണെങ്കിൽ എനിക്കും ഒന്ന് നിഴലാവണമെന്ന് തോന്നും. ആഷ്മയുടെ ജീവിതം കട്ടപ്പോകയാവും അതോടെ. ഓക്കെ, താങ്ക് യു. സന്തോഷം, ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു സംരംഭത്തിന് ഇത്രയും സപ്പോർട്ട് കിട്ടിയതിനും നല്ല ഒരു എന്താ പറയുക, നല്ലൊരു സ്വീകരണവും നമ്മൾ പ്രതീക്ഷിച്ചതിൽ പിന്നെ. പക്ഷേ ഒരിക്കൽ കൂടെ ഞാൻ സോറി പറയുന്നു. കാരണം 11:30 എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഞങ്ങൾ ലേറ്റായിപ്പോയി. ഇടയ്ക്ക് അപ്രതീക്ഷിതമായിട്ട് 2 പ്രോഗ്രാം വന്നു, അതുകൊണ്ടാണ്. പിന്നെ SKN മാത്രമല്ല ഇതിൻ്റെ പിന്നിൽ ഇത്രയും കഷ്ടപ്പെടുന്നത്, നമ്മുടെ ക്രൂ മെമ്പേഴ്സ് മൊത്തം ഉണ്ട്. അവർക്കൊരു വലിയ ഹായ് കൊടുക്കണം. അവർ സത്യം പറഞ്ഞാൽ ഊണുമില്ല, ഉറക്കവുമില്ല, ഭക്ഷണമില്ല, ഇങ്ങനെ വെയിലില്ല, മഴയില്ല, ഒന്നും അവരെ ബാധിക്കാത്ത രീതിയിൽ ഇത്രയും പേര് 60-65 പേര് നമ്മുടെ കൂടെ സപ്പോർട്ടായിട്ടുണ്ട്. അവരുടെ ഒരു എനർജി കാണുമ്പോഴാണ് SKൻ്റെ എനർജി ഒന്നുമല്ല എന്ന് നമുക്ക് തോന്നുന്നത്. അപ്പം അത്രയും സപ്പോർട്ടാണ് നമ്മുടെ മെമ്പേഴ്സ്, നമ്മുടെ സ്റ്റാഫ്, നമ്മുടെ ക്രൂ. അവർക്കൊരു ഒത്തിരി താങ്ക്സ്. അവർക്ക് താങ്ക്സിൽ ഒതുക്കുന്നില്ല.
എനിക്ക് തോന്നുന്നത് ഇത് നമ്മുടെ VP ഉണ്ണികൃഷ്ണൻ പറഞ്ഞു കൊടുത്താന്ന് തോന്നുന്നു. ഓക്കെ അപ്പോൾ ഓക്കെ മാം, താങ്ക്സ് എ ലോട്ട്. അപ്പോൾ നമുക്ക് ഇനി കാണാം പിന്നീട് ഒരു അവസരത്തിൽ. ഓക്കെ പ്രിൻസിപ്പൽ, താങ്ക് യു. അപ്പോൾ നമ്മൾ പിന്നെ കാണും. ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പായാൻ സമയം കഴിഞ്ഞു. ഓക്കെ അല്ലേ? അപ്പോൾ ഉണ്ണി ഇനി ദേശീയ ഗാനം ഒരു ഫോട്ടോ എടുക്കാം. അത് കഴിഞ്ഞാൽ ദേശീയ ഗാനം. എന്തായാലും ഇത്രയും നേരം നമ്മളെ വളരെയധികം ത്രസിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ ഒരു പാഠമായി നമുക്ക് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ സഹായിച്ച ശ്രീ SKN സാറിൻ്റെ ജൈത്രയാത്ര തുടരുകയാണ്. നമുക്ക് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് PNNM ആയുർവേദ കോളേജിൻ്റെ ചരിത്രത്തിൽ തങ്കലിപികൾ എഴുതപ്പെടേണ്ടതാണ് എന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു. എല്ലാവരുടെയും ഈ മുഴുവൻ വിദ്യാർത്ഥികളുടെയും ഭാഗത്തു നിന്നുള്ള നന്ദി അദ്ദേഹത്തെ അറിയിക്കുന്നു. ഒപ്പം ഒരു കാര്യം കൂടി പറയുന്നു, ഈ ക്യാമ്പസ് നേരത്തെ ശ്രീ ഹഷ്മി പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിന്ന് ഒരു കേസ് പോലും ഇത്തരം രാസലഹരിയുടെ ഉപയോഗം ഉണ്ടാവില്ല, അത് റിപ്പോർട്ട് ചെയ്യാൻ 24 ന്യൂസിന് ഉണ്ടാവില്ല എന്നുള്ള കാര്യം കൂടി ഇവിടെ പ്രഖ്യാപിച്ചുകൊണ്ട് എന്തായാലും അസാധ്യമായൊരു മനുഷ്യപ്രയത്നമാണ് അദ്ദേഹം ചെയ്യുന്നത്. കാരണം സാധാരണ രാഷ്ട്രീയക്കാരാണ് ഇത്തരം യാത്രകൾ നടത്തുക. അപ്പോൾ അദ്ദേഹം വളരെ എനർജറ്റിക്കായിട്ട് ഈ ഒരു യാത്രയിലൂടെ വന്നു, നമ്മളോടൊപ്പം ചേർന്നു. എല്ലാ നന്ദിയും രേഖപ്പെടുത്തുന്നു അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പത്നിക്കും അതുപോലെ തന്നെ ശ്രീ ഹാഷ്മി, ശ്രീമതി സ്മിത, പിന്നെ ഇവിടെ മുഴുവൻ വന്നു ചേർന്ന മുഴുവൻ 24 ന്യൂസ് കുടുംബാംഗങ്ങൾക്കും അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും നോൺ ടീച്ചിങ് സ്റ്റാഫ് എല്ലാവർക്കും ഒരിക്കൽ കൂടി, അതുപോലെ പൗരപ്രമുഖർ JCI ഒരുപാട് പേര് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട നാട്ടുകാർ എല്ലാവർക്കും നന്ദി പറയുന്നു. താങ്ക് യു. ഏവർക്കും നന്ദി. 24 ന്യൂസിൻ്റെ ക്രൂ മെമ്പേഴ്സിനെല്ലാം ഞങ്ങൾ ഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആസ്വദിച്ച് കഴിച്ച് മാത്രം ക്യാമ്പസ് വിടുക. നന്ദി. താങ്ക് യു എവ്രിവൺ. जनगणमन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उज्जल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मांगे गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे